നമുക്ക് 6 കാര്യങ്ങളിൽ കൂടി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മളതൊന്ന് പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഇത് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ എന്നായിരിക്കും നിങ്ങളുടെ ചിന്തയിൽ വരുന്നുണ്ടാവുക. പക്ഷേ എനിക്ക് അറിയുന്ന കാര്യമായിട്ടും ഞാൻ അത് സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് വി ആർ വൺ ഓഫ് ദ എന്താ പറയാ വി ആർ വൺ ഓഫ് ദ യങ്ങസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് എന്നാ പറയാ. യങ്ങസ്റ്റ് കൺട്രീസ്, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യമാണ് നമ്മൾ ഇന്ത്യ. അങ്ങനെയാണോ? പല ആളുകൾക്കും കൺഫ്യൂഷൻ ആയിരിക്കാം. ഏറ്റവും കൂടുതൽ ആളുകളുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നാണ് പല ആളുകൾ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ എങ്ങനെയാണ് ഏറ്റവും യങ്ങസ്റ്റ് കൺട്രീസ് ആയിട്ട് ഈ ഇന്ത്യനെ അറിയപ്പെടുന്നത്? യെസ്, നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ. ലോകത്തിൽ 800 കോടി ജനങ്ങളുണ്ട്. ഈ 800 കോടി ജനങ്ങളിൽ 20% ആളുകൾ വർക്കിംഗ് പോപ്പുലേഷനിൽ വരുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 28 വയസ്സാണ്. 28 വയസ്സാണ് ഇന്ത്യയുടെ ആവറേജ് ഏജ്. അതായത് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് മറ്റെല്ലാ രാജ്യങ്ങളിലും ആഫ്റ്റർ 40, 38 40 അതിന് ശേഷമാണ് ആളുകളുടെ ഏജ് വരുന്നത്. എന്നാൽ ലോകത്തിൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതായത് ലോകത്തിലെ 800 കോടി ജനങ്ങളിൽ 20% വരുന്ന ഇന്ത്യ മാത്രമാണ് 28 വയസ്സിൽ താഴെയുള്ള ആളുകളുടെ ആവറേജ് ഏജിൽ വരുന്നത്. ചിന്തിക്കേണ്ടതേ ഉള്ളൂ. 28 വയസ്സ് ആവറേജ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യൻ ജനസംഖ്യന്റെ 50% വരുന്നത് 28 വയസ്സിന് താഴെയാണ്. ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആളുകളെല്ലാം തന്നെ ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന വ്യക്തികളാണ്. ഹൈ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെ വ്യക്തമായ ക്ലിയർ കട്ട് ആയിട്ടുള്ള ന്യൂ ഓപ്പർച്യൂണിറ്റീസ് നിർബന്ധമാണ്, ആവശ്യമാണ്. ഓക്കെ, നല്ല ജോലി സാധ്യത നമുക്ക് ആവശ്യമാണ്. ഇല്ല എങ്കിൽ ഈ 28 വയസ്സുള്ളതോ അല്ലെങ്കിൽ 25 വയസ്സുള്ള ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവർക്ക് പുതിയൊരു മേഖല കണ്ടെത്താൻ അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാൻ ഇന്ത്യൻ ഗവൺമെന്റിന് പോസിബിൾ അല്ല. അതായത് 150 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 75 കോടി ആളുകൾക്ക് ഇത്രയും ജോലി കൊടുക്കാൻ പോസിബിൾ അല്ല. അവിടെയാണ് നമ്മൾ ഇവിടെ ഈ ആളുകളെ എല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് യങ്സ്റ്റേഴ്സ് എന്ത് ചെയ്യണമെന്നാണ് പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്? യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡോണ്ട് ഹാവ് എനി ബയാസസ് ഇൻ മൈൻഡ്. അതായത് അവർക്ക് വ്യക്തമായിട്ടുള്ള മുൻവിധികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ. ഇതിൽ സ്ക്രീനിൽ വരയ്ക്കാതിരിക്കാൻ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അതാരാണോ ഒന്ന് വരയ്ക്കുന്നത് അതൊന്ന് ഹെൽപ്പ് ആക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ. ഈ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യാതൊരുവിധ മുൻവിധികളോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഒന്നും ഇല്ലാത്ത വ്യക്തികളാണ്. കാരണം മുൻ എന്തെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയങ്ങളോ അല്ലെങ്കിൽ ഇന്നത് ചെയ്ത് ഫെയിലായ ആളുകളോ ഒന്നും അല്ല ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ക്ലീൻ മൈൻഡാ, ഫ്രഷേഴ്സ് ആണ്. അതുകൊണ്ടാണ് അവരെ ഫ്രഷേഴ്സ് എന്ന് പറയുന്നത്. യങ്സ്റ്റേഴ്സിന് എപ്പോഴും പറയുന്നത് ഫ്രഷേഴ്സ് എന്ന് പറയാം, പുതിയ ആളുകൾ. അവരെ നമുക്ക് ഏത് മേഖലയിലേക്കും നമുക്ക് ഏത് രീതിയിലും നമുക്ക് അവരെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. എന്നാൽ നമ്മുടെ നാട്ടില് ഇപ്പോഴും ഡയറക്ട് സെല്ലിംഗ് ആവട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മേഖല നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ചില ആളുകൾ യൂത്തിൽ യങ്സ്റ്റേഴ്സിൽ തന്നെ ചില ആളുകൾ ഈ ലോക്കൽ ആയിട്ടുള്ള കമ്പനികളിൽ ചെന്ന് പെട്ടിട്ട് അവരുടെ മൈൻഡിൽ ചെറിയൊരു കൊളാപ്സ് വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവർ ഭൂരിഭാഗം ആളുകളിലും ഇത്തരത്തിലുള്ള ഈ ഒരു ബിസിനസിനെ കുറിച്ച് എന്താണെന്നോ വ്യക്തമായിട്ടുള്ള ധാരണകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വ്യക്തികളാണ്. 2000 കാലഘട്ടത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് 25 വയസ്സായിട്ടുണ്ടെങ്കിൽ, 2025 ആവുന്നവരും 25 വയസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. 2010 ശേഷമാണ് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്, അല്ലെങ്കിൽ 2015 ശേഷമാണ് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് മുള പൊട്ടി തുടങ്ങിയിട്ടുള്ളത് ജെന്യൂൻ ആയിട്ടുള്ള രീതിയിൽ. അതായത് ഇന്നത്തെ 25 വയസ്സുകാരന് 15 വയസ്സായ സമയത്താണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു രീതി ഇന്ന് അല്ലെങ്കിൽ വ്യക്തമായ രീതിയിലേക്ക് ഒരു നിയമപരമായിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഈ ആളുകൾ ഈ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചുകൊണ്ടെങ്കിൽ അവർ എക്സ്പെരിമെന്റൽ മൈൻഡ് സെറ്റും അതേപോലെ തന്നെ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും നോക്കുകയാണെങ്കിൽ ഇന്ന് യൂട്യൂബ് വ്ളോഗേഴ്സ് ആണ്, അല്ലെ? യൂട്യൂബ് അല്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനത്തെ പല മേഖലകളിൽ കൂടി പല പുതിയ ഐഡിയാസും പുതിയ വരുമാന രീതികളും കണ്ടെത്താൻ ബഹുമിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ് ഓരോരുത്തരും. പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളതിലാണ് അവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കുറെ ആളുകൾ ഈ പരീക്ഷണങ്ങൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല, എന്നാൽ ഞാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകട്ടെ എന്നുള്ള ലെവലിലും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ പോകുന്ന ആളുകൾ UK ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ആവട്ടെ, അതൊക്കെ പോയ ആളുകളൊക്കെ തന്നെ പലരും കഷ്ടപ്പെട്ടിട്ടും ബുദ്ധിമുട്ടിയിട്ടുമാണ് അവിടെ നിൽക്കുന്നത്. കുറെ ആളുകൾ തിരിച്ചു പോരുന്നുണ്ട്, ചില ആളുകൾ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലൊന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, പണ്ടത്തെ കാലഘട്ടത്തിൽ ഓൾട്ടർനേറ്റ് കരിയർ ഓപ്ഷൻസ് ഇപ്പൊ നിലവിലുണ്ട്. എന്നാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളെ മക്കൾക്കോ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്കോ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് എന്താവണം, നിനക്ക് ആരാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പറയുന്ന കാര്യം എനിക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം എന്നായിരുന്നു ഭൂരിഭാഗം ആളുകളുടെയും കാര്യങ്ങൾ. അവർ പറയുന്നതോ അല്ലെങ്കിൽ പാരന്റ്സ് പഠിപ്പിക്കുന്നതും പറയുന്നതും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ മകൻ ഡോക്ടറാണോ, എന്റെ മകൻ അഡ്വക്കേറ്റ് ആണോ, എന്റെ മകൻ എഞ്ചിനീയറിംഗിന് വിടണം എന്നുള്ളായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം മാറിയിട്ട് ഇന്ന് അത് എന്താ പറയാ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും അതേപോലെ തന്നെ ട്രേഡിംഗ് ആവട്ടെ, അങ്ങനെ പല രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. നോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി വേണ്ട സമയത്ത് നമ്മൾക്ക് ഇവിടെ ജോബ് കൊടുക്കാനില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ നാട്ടിലുള്ള ഭൂരിഭാഗം ആളുകൾ ഏതൊരു നാട്ടിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, ഏതൊരു അങ്ങാടിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇന്നൊരു 28 ഏജിലുള്ള അല്ലെങ്കിൽ 28 ഏജിന്റെ ഇടയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതലുള്ളത്. ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും പാരന്റ്സിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ എന്താ പറയാ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അപ്പൊ 1, 2, 3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വ്യക്തമായിട്ടുള്ള എന്ത് വേണം, വരുമാന മാർഗം ആവശ്യമാണ്. സോ ബെറ്റർ ഓപ്ഷൻ ഈസ് നീഡഡ്. നിർബന്ധമായിട്ടും ബെറ്റർ ഓപ്ഷൻ ഇവർക്ക് നിർബന്ധമായിട്ടും വേണ്ടുന്നതാണ്. അപ്പൊ അതേ സമയത്ത് അവിടെ നമ്മൾ നോക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾക്ക് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് സംസാരിക്കാനാണ്. ടോക്കിംഗ് അബൌട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, നത്തിങ് മാറ്റേഴ്സ്. നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തിന്റെ പ്രശ്നങ്ങളില്ല. ഏജ്, ഒരു ജോലി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതേ ഉള്ളൂ. അവിടെ ഏജിന് പ്രാധാന്യം കൊടുക്കണം, ബാക്ക്ഗ്രൗണ്ട്, ഇൻകം, സ്കൂള്, ഏത് സ്കൂളിൽ പഠിച്ചതാണ്, ഇംഗ്ലീഷ് മീഡിയം ആണോ അല്ലെങ്കിൽ മലയാളം മീഡിയം ആണോ, ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ പ്രാധാന്യം കൂടുതലാണ്. അങ്ങനെ വില്ലേജിൽ നിന്നാണോ വരുന്നത്, സിറ്റിയിൽ നിന്നാണോ വരുന്നത്, ഡിഗ്രി ക്വാളിഫൈഡ് ആണോ, ലൊക്കേഷൻ ഏതാണ്, ആണാണോ പെണ്ണാണോ, ഇത്തരത്തിലുള്ള പല കണ്ടീഷൻസും ഉണ്ട് നമുക്ക് ഇന്നൊരു ജോലി നോക്കുന്ന സമയത്ത്. എന്നാൽ നിങ്ങൾ ആലോചിക്കേണ്ടത്രേ ഉള്ളൂ, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ ഏറ്റവും ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ബാധകമല്ല. ഏജ്, ബാക്ക്ഗ്രൗണ്ട്, ഇൻകം, സ്കൂള്, മീഡിയം, വില്ലേജ്, സിറ്റി, ഡിഗ്രി, ലൊക്കേഷൻ, ജെൻഡർ, ഇതൊന്നും ബാധകമല്ല. നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഇവിടെ ബാധകമുള്ളൂ. ഓൺലി വൺ തിങ് മാറ്റേഴ്സ്. ഒരൊറ്റ കാര്യം, ഓൺലി വൺ തിങ് മാറ്റേഴ്സ്. ആർ യു വില്ലിംഗ് ടു ഫോളോ ദ സിസ്റ്റം ഓഫ് ദിസ് ബിസിനസ് മോഡൽ? നിങ്ങൾ ചിന്തിക്കേണ്ടതേ ഉള്ളൂ. ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിച്ച് സക്സസ് ആയിട്ടുള്ള എല്ലാ ആളുകളും, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാവട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാവട്ടെ, അവർ ഏത് മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തി ആയിക്കോട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തികളായാൽ പോലും അയാള് ആ മേഖലയിൽ ചെയ്തിരുന്ന ജോലിയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതെല്ലാം മറന്നേക്കണം. ഓൺലി ഇവിടുത്തെ സിസ്റ്റം എന്താണോ, ഇവിടുത്തെ ബിസിനസ് മോഡൽ എന്താണോ അത് അതേപോലെ ചെയ്തെങ്കിൽ മാത്രമേ, പഠിച്ചെങ്കിൽ മാത്രമേ, പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ മേഖലയിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ നമ്മൾ നോക്കേണ്ടതുള്ളൂ, ഓൺലി വൺ തിങ് മാറ്റേഴ്സ്. ആർ യു വില്ലിംഗ് ടു ഫോളോ ദ സിസ്റ്റം ഓഫ് ദിസ് ബിസിനസ് മോഡൽ? ഈ ഒരു ബിസിനസ് മോഡലിന്റെ സിസ്റ്റം ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് വരേണ്ടുള്ളൂ. അപ്പൊ അത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ, വേറെ ഒന്നും നിങ്ങൾ ഇതിനെ കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത്രമാത്രം സ്കോപ്പാണ് നമുക്ക് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ബ്യൂട്ടി. ഓക്കെ, അപ്പൊ അതിന് സഹായകമായിട്ട് എന്തൊക്കെയാണ്, ഇതിന് സഹായകമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഹെൽപ്ഫുൾ ആണെന്നുള്ളത് നോക്കുകയാണെങ്കിൽ, ഇന്ന് ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഗവൺമെന്റ് പോളിസി ചേഞ്ച് ആയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളുടെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഇന്ന് അനുകൂലമായിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നൗ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഇൻ ഫേവർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, കഴിഞ്ഞ ഒരു 2015 ശേഷം, 2014 ശേഷം, 2014 ഫിക്കി ആദ്യമായിട്ട് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു ഗൈഡ് ലൈൻസ് പുറത്തിറക്കുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഉള്ള എല്ലാ ടോപ്പിക്കും, എല്ലാ കാര്യങ്ങളും ഇന്ന്
ഇതിനെ അനുകൂലമായിട്ടുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, എല്ലാ പത്രങ്ങളായിക്കോട്ടെ, മീഡിയാസ് ആവട്ടെ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആവട്ടെ, ഗവൺമെന്റ് വെബ്സൈറ്റിൽ പോലും, അതേപോലെ തന്നെ യൂണിയൻ ആവട്ടെ, ട്രേഡ് യൂണിയൻസ്, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ട്രേഡ് യൂണിയൻസിന്റെ ഒക്കെ സംഭാവന ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ CATU, INTUC, AITUC, HMS, BMS, STU തുടങ്ങിയ എല്ലാ ട്രേഡ് യൂണിയനും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾക്ക് ഇതിന് അനുകൂലമായ രീതിയിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇഫ് എ കമ്പനി ഫോളോസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇന്ന് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനി, ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി, ആ കമ്പനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടാണ്, ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ, വിത്ത് ഗുഡ് പ്രൊഡക്ട്സ്, എന്താണ്, നല്ല പ്രൊഡക്റ്റുകളും കൂടി ആ കമ്പനിക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ കണ്ണും പൂട്ടി ആ ബിസിനസ് ചെയ്യണം എന്നാ പറയുന്നത്. ദെൻ ഫോർ ഇറ്റ്, അതായത് എന്താ ചെയ്യേണ്ടത്, വിത്ത് ഗുഡ് പ്രൊഡക്ട്സ്, ദെൻ ഫോർ ഇറ്റ് ദ സ്കൈ ഈസ് ദ ലിമിറ്റ്, ആകാശമാണ് പരിധി എന്ന് പറയുന്നത്. അതായത് നല്ല കമ്പനി, ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം പ്രവർത്തിക്കുന്ന, അല്ലെ ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം പ്രവർത്തിക്കുന്ന നല്ല കമ്പനി, നല്ല പ്രൊഡക്റ്റ് കൂടി ഉണ്ടെങ്കിൽ ദ സ്കൈ ഈസ് ദ ലിമിറ്റ്, അതായത് ആകാശമാണ് നമ്മളുടെ പരിധി. അത്രമാത്രം നമ്മൾക്ക് നമ്മളെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയിട്ട് ഇന്ന് നോക്കിക്കുക, നിങ്ങൾ ഗവൺമെന്റ് നോക്കിക്കേ, ഗവൺമെന്റ് സപ്പോർട്ടിങ് ന്യൂ എന്റർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഉള്ളത്. അതിനനുസരിച്ചുള്ള വ്യവസായങ്ങൾ തുടങ്ങാൻ, പുതിയ സ്റ്റാർട്ടപ്പുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പുതിയതായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടപ്പുകൾ. ഈ സ്റ്റാർട്ടപ്പുകൾ ഇന്ന് ഓരോ സമയത്തും 1000, 500, 1000 ലക്ഷക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ പുതിയത് ഡെയിലി ഇന്ന് ഇന്ത്യയിൽ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിന് അനുകൂലമായിട്ട്, അതായത് ബിസിനസ് തുടങ്ങാൻ ഒരു യൂത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അയാൾക്ക് ഇന്നൊരു പേടിയില്ല ഒരു ബിസിനസ് തുടങ്ങണം. അത് ജോലി ചെയ്യുകയാണെങ്കിലുള്ള പ്രത്യേകത വെച്ചാൽ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. എന്നാൽ ഇവിടെ എന്റർപ്രണേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ സമയം ഉപയോഗിച്ചിട്ട് ഇഷ്ടംപോലെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഗവൺമെന്റ് അവിടെ സപ്പോർട്ടിങ് ആണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ടു ബിക്കം ആൻ എന്റർപ്രണർ. ഇന്നത്തെ കാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതായത് ഏതാണ്, ഒരു എന്റർപ്രണർ ആവാൻ, ഒരു വ്യവസായി ആവാൻ, ഒരു സംരംഭകനാവാൻ ഇന്നത്തെ കാലത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇത് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ നടക്കുമോ, ഇതൊക്കെ ഓപ്ഷൻ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് ഞാനിവിടെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്ത് കണ്ടെടുത്ത് ആക്കിയിട്ടുള്ള സാധനങ്ങളാണ്. സോ ഇൻ ദിസ് എന്റർപ്രണർഷിപ്പ് പോസിറ്റീവ് എക്കോസിസ്റ്റം ദിസ് ബിസിനസ് വിൽ ഷോ എക്സലന്റ് ഗ്രോത്ത് എന്നാ പറയുന്നത്. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെയുള്ള ഈ ഒരു ബിസിനസ് ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ട്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇത് വ്യക്തമായിട്ടൊരു ഇക്കോസിസ്റ്റം ഉണ്ട്. അതായത് നിങ്ങൾ ചിന്തിക്കേണ്ടതേ ഉള്ളൂ, അടുത്തൊരു 5 വർഷം, അടുത്തൊരു 10 വർഷം എന്ന് പറയുകയാണെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ്ണ കാലഘട്ടം എന്നാണ് പറയുന്നത്. എക്സലന്റ് ഗ്രോത്ത് ആണ് വരാൻ വേണ്ടി പോകുന്നതാണ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പേർട്ടുകൾ എല്ലാം തന്നെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷത്തിലും ഇതിന്റെ ഗ്രോത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഏകദേശം 27% കണ്ട് ഓരോ വർഷത്തിലും ഇതിന്റെ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾക്ക് ഇവിടെ ഹൈലി സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് ഇതിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അതേ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുള്ളൂ, ഇൻ അലൈൻമെന്റ് വിത്ത് ഗവൺമെന്റ് പ്രോജക്ട്സ്. ഇതെല്ലാം തന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ആവട്ടെ, കേരള ഗവൺമെന്റിന്റെ ആവട്ടെ, എനി ടൈപ്പ് ഓഫ് പ്രൊജക്ടുകളെല്ലാം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനെ കണക്ട്? ഹലോ സുബി സാറേ, ഓ ഒന്ന് സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളതൊക്കെ പോയി കിട്ടുമായിരുന്നു. ഓക്കെ, സെക്കൻഡേ. അതേ പേജിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. സുബി സാറേ, നമ്മുടെ മൗസ് പോയിന്റർ ഏറ്റവും മുകളിലേക്ക് ആക്കുമ്പോൾ ഒരു കൺട്രോൾ താഴത്തേക്ക് ഇറങ്ങി വരുന്നില്ലേ? ഇല്ല.
മാക്കിലാണ് അല്ലേ? അതെ. പോയല്ലോ സാറേ. ഒന്ന് എന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ സാറേ? അല്ല അത് പറ്റിയില്ല. അതുകൊണ്ട് സാർ ഒന്ന് ക്ലോസ് ചെയ്തിട്ടേ, സാർ ഒന്ന് സ്ക്രീൻ ഷെയറിംഗ് ക്ലോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യോ? സ്ക്രീൻ ഷെയർ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ. ഞാൻ സാറിനെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടേ, സാറിനെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? സാറ് ഷെയർ ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. സാർ ഇപ്പൊ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ? നോക്കട്ടെ. ഓക്കെ അല്ലേ? അപ്പൊ സ്ക്രീൻ വരുന്നില്ലേ? സ്ക്രീൻ വന്നു, ഷെയറിംഗ് ഓൺ ആക്കിയിട്ടില്ല. ഓക്കെ, ഫയൽ ഓപ്പൺ ചെയ്തില്ല. ഓക്കെ, റെഡി. ഓക്കെ, പ്ലേ 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 റൈറ്റ് സൈഡ്. ഇതിന്റെ സ്ക്രീനിലാണ് കറക്റ്റ്. ഓക്കെ. ഇൻ അലൈൻമെന്റ് വിത്ത് ഗവൺമെന്റ് പ്രോജക്ട്സ്, അതായത് കഴിഞ്ഞ ഒരു 4 വർഷം മുന്നേ ഫിക്കിയുടെ ഒരു കണക്ക് ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഇനിയും വരയ്ക്കാതിരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ എന്താ പറയാ സ്മൂത്ത് ആയിട്ട് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ മക്കളെ കയ്യിലെങ്ങാനും ഫോൺ ഉണ്ടെങ്കിൽ അവരായിരിക്കും വരയ്ക്കുന്നുണ്ടാവുക. അപ്പോ ഇതിന്റെ ആ ഒരു ഫ്ലോ പോവുക ചെയ്യാം സംസാരിക്കുന്നതന്നെ. അപ്പൊ കഴിയുന്നതും നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് വരയ്ക്കാതിരിക്കാൻ മക്കളെടുത്ത് ഫോൺ കൊടുക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ ഹെൽപ്പായി. ഓക്കെ, അപ്പൊ ഇൻ അലൈൻമെന്റ് വിത്ത് ഗവൺമെന്റ് പ്രൊജക്ട്സ്, 4 വർഷങ്ങൾക്ക് മുന്നേ ഫിക്കിയുടെ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ബിഫോർ 4 years ഫിക്കി പ്രസന്റഡ് എ റിപ്പോർട്ട് വിച്ച് ടെൽസ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഗ്രോയിങ് വിത്തൗട്ട് ഗവൺമെന്റ് സബ്സിഡി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ പ്രൊജക്റ്റുകൾക്കും അല്ലെങ്കിൽ എന്ത് സംവിധാനത്തിനും എന്ത് കൊടുക്കുന്നുണ്ട്? ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾക്ക് അരി വാങ്ങുന്നത് പോലും ഇന്ന് സബ്സിഡിയിലാണ്. നമ്മളെല്ലാവരും തന്നെ ഡെയിലി എന്താ പറയുക അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് റേഷൻ അരിയിൽ പോലും നമുക്ക് സബ്സിഡി ഉണ്ട്, അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പോലും സബ്സിഡി ഉണ്ട്. ആ കാലഘട്ടത്തിൽ ആ ഒരു രാജ്യത്ത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ ഗവൺമെന്റിന്റെ യാതൊരുവിധ സബ്സിഡിയോ കാര്യങ്ങളോ ഇല്ലാതെയാണ് ഇത് വളരുന്നതെന്നാണ് ഗവൺമെന്റ് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഫിക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫിക്കി എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. അവർ പറയുന്നത് ഇങ്ങനെ 4 വർഷങ്ങൾക്ക് മുന്നേ, വിത്തൗട്ട് സബ്സിഡി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ഇൻ എ ലാർജ് എമൗണ്ട് ഓഫ് ടുവേർഡ്സ് മെനി ലീഡിംഗ് projects
ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ്. അതായത് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവര് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് അവരുടെ എല്ലാ മേഖലകളിൽ, പല മേഖലകളിലേക്കും ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് വിത്തൗട്ട് സബ്സിഡി എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ട്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്റെ ടീമിൽ തന്നെ ഉണ്ട് സലീം ചാലിയം എന്ന് പറയുന്ന ഒരു ലീഡർ ഉണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു എല്ലാ മാസത്തിലും ഓരോ 2 മാസം കൂടുന്നേരം കോഴിക്കോട് നിന്നും 10, 35,000, 50,000 രൂപയുടെ പ്രൊഡക്റ്റ് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സാറേ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, നമ്മുടെ പ്രൊഡക്റ്റ് ഇന്ത്യൻ പ്രൊഡക്ട്സ് ആണ് അല്ലെ. അപ്പോ മേക്ക് ഇൻ ഇന്ത്യ, സ്കിൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, വുമൺ എംപവർമെന്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നോക്കുകയാണെങ്കിൽ MI ലൈഫ്സ്റ്റൈലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 45% ലേഡീസ് ആ, വുമൺസ് ആ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ടീമിൽ ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അച്ചീവേഴ്സ് ഒരുപാടുണ്ട്, ഒട്ടനവധി വ്യക്തികൾ ടോപ്പ് ലെവൽ അച്ചീവേഴ്സ് ആയിട്ട് ഉണ്ട്. അപ്പൊ വുമൺ എംപവർമെന്റ്, യൂത്ത് എംപവർമെന്റ്, ഇനി ഏറ്റവും കൂടുതൽ വരാൻ വേണ്ടി പോകുന്നത്, യൂത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്ന ഒരു ബിസിനസ് ആയിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് യൂത്തിന്റെ കയ്യിലേക്ക് ഈ സാധനം ഇപ്പോഴും എത്തിയിട്ടില്ല. പൂർണ്ണമായ അർത്ഥത്തിൽ ഈ ഒരു മേഖല യൂത്ത് അത് ഏറ്റെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം. പക്ഷെ ഗവൺമെന്റ് പറയുന്നത് യൂത്ത് എംപവർമെന്റ് ചെയ്യപ്പെടുന്ന ഒരു ബിസിനസ് ആണ് ഇത് എന്നുള്ള, പക്ഷെ അതിന്റെ ഒരു പൊട്ടൻഷ്യലിലേക്ക് ശരിക്കും കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ ഞാൻ അടക്കമുള്ള, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയാ, ഒരു എബോ കുറച്ച് പ്രായം ചെന്ന അടക്കമുള്ള ആളുകളുടെ സ്വാധീനം നമ്മളുടെ യൂത്തിന്റെ ഇടയിലേക്ക് ഇത് കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും യൂത്ത് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക്, UK, കാനഡ പോലുള്ള, ഓസ്ട്രേലിയ പോലുള്ള, ന്യൂസിലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, പല ആളുകളടുത്തും ചോദിച്ചു എന്താ പരിപാടി, എന്താ മോനെ എന്റെ പരിപാടി എന്ന് ചോദിക്കുന്നപ്പോ അവർ പറഞ്ഞു ഞാൻ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണെന്ന്. കഴിഞ്ഞ 5 വർഷമായിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന യൂത്തന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഈ ഒരു ബിസിനസ് കയ്യിൽ കിട്ടിയതിന് ശേഷം കഴിഞ്ഞ 5 വർഷമായിട്ട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന യൂത്തന്മാരും നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ യൂത്ത് എംപവർമെന്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യം, ഓരോ കാര്യം നിങ്ങൾ എടുത്തു നോക്കേണ്ട കാര്യം, നമ്മുടെ ബിസിനസ്സുമായിട്ട് കണക്റ്റഡ് ആണ് ഇതെല്ലാം തന്നെ. മേക്ക് ഇൻ ഇന്ത്യ, സ്കിൽ ഇന്ത്യ നമ്മുടെ കമ്പനി എന്താണ്, നമ്മുടെ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് സ്കിൽ ഇന്ത്യയുടെ ടൈപ്പില് അവരുടെ നോഡൽ ഏജൻസിയാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഓക്കെ, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ, സ്റ്റാർട്ടപ്പ് അല്ലേ, നമ്മൾക്ക് ബിസിനസ് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഡിജിറ്റൽ ഇന്ത്യ, ഡയറക്ട് സെല്ലിംഗ് ഡിജിറ്റൽ ബിസിനസ് ആണ്, ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ്. വുമൺ എംപവർമെന്റ്, യൂത്ത് എംപവർമെന്റ്, ഈ ഒരു 4 കാര്യങ്ങൾ, 5 കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മേഖലയാണിത്. അപ്പൊ ഇതെല്ലാം ഒന്നും എന്തില്ല, വിത്തൗട്ട് സബ്സിഡിയാണ്. ഗവൺമെന്റിന്റെ യാതൊരുവിധ ആനുകൂല്യവും പറ്റാതെ ഗവൺമെന്റിലേക്ക് നമ്മൾ ഓരോ വർഷത്തിലും ഇൻകം ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഒരു ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന വ്യക്തി. ഓക്കെ, അപ്പൊ നാളുകളിൽ നിങ്ങൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ തയ്യാറായ വ്യക്തികളാവട്ടെ, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാവട്ടെ, ഇത് പവർഫുൾ ബിസിനസ് ആണെന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിയേ, ഓൾറെഡി രജിസ്റ്ററിംഗ് മാസീവ് ഗ്രോത്ത് ഇയർ ഓൺ ഇയർ. ഓരോ വർഷത്തിലും 27% മുതൽ 35% വരെ വളർച്ചാ നിരക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ റിപ്പോർട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്കോർഡിംഗ് ടു WFDSA, വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ, അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ ഹാസ് made a lead to the 11th position in ranking of the top direct sellers markets with retail sales of $3.23 billion in 2022. 2022 WFDSA കണക്ക് പ്രകാരം പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ, ലോകത്തിലെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ, ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ അല്ലെങ്കിൽ മേഖലയിൽ നോക്കുകയാണെങ്കിൽ, രാജ്യത്തെ നോക്കുകയാണെങ്കിൽ 11ാം സ്ഥാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇന്ത്യ. 2022 കണക്കാട്ടോ. അതായത് $3.23 ബില്യൺ ബിസിനസ് ആണ് ഇപ്പോ നിലവിൽ 2022 ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം പഴങ്കഥ, പുതിയ കണക്ക് വന്നിട്ടില്ല. 2025 അതിനുശേഷമുള്ള WFDSA പുതിയ കണക്കുകൾ വന്നിട്ടില്ല. 2022 ലാസ്റ്റ് ഇത്തരത്തിലുള്ള വലിയ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ 2-3 വർഷം കൂടുന്നേരം മാത്രമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വിടുന്നത്. ഇന്നത് 11 എന്തായാലും അതിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ടാവും. ഡയറക്ട് സെല്ലിംഗ് മേഖല വേൾഡിൽ പരിശോധിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും മുകളിലേക്കേ പോയിട്ടുണ്ടാവുള്ളൂ. 3 കൊല്ലം കഴിഞ്ഞു. ഓക്കെ, ഇന്ത്യ ഈസ് ദ 11th ബിഗ്ഗസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റ് ഇൻ ദ വേൾഡ്. നിലവിൽ 11ാമനാണ്.
ഓക്കെ, അടുത്തൊരു റിപ്പോർട്ട് പുറത്ത് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അത് എനിക്ക് ഉറപ്പായിട്ടും ഞാൻ കോൺഫിഡന്റ് ആണ്, ഓൾമോസ്റ്റ് ഒരു 5th എന്തായാലും ഉണ്ടോ, ലോകത്തിലെ ഒരു 5ാം സ്ഥാനമെങ്കിലും ഈ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ നാളുകളിൽ നമുക്ക് വലിയൊരു മാറ്റമാണ് ഈ ഒരു മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. ലാർജസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഇൻ CAGR, അതായത് ഇന്ത്യയിലെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് പ്രകാരം ആണ് ഈ ഒരു 11ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. CAGR റിപ്പോർട്ട്. ഈ CAGR റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ പല കാര്യങ്ങളും ഇന്ന് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ കണക്കുകൾ ഡിസ്പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 11ാം സ്ഥാനത്ത് നിലവിൽ ഇന്ന് ഇന്ത്യ ഉള്ളത്. വി ആർ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് നെറ്റ്വർക്ക് മാർക്കറ്റ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. എന്താ ഇതിന്റെ റീസൺ എന്താ? ഇങ്ങനെ വളരാനുള്ള റീസൺ എന്താ? ഇങ്ങനെ വളരാനുള്ള പ്രധാനപ്പെട്ട റീസൺ 150 കോടി ജനങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഹൈ പോപ്പുലേഷൻ ആണ്. ഓക്കെ, കാരണം 28 വയസ്സുള്ള ആവറേജ് ഏജ് ഉള്ള യൂത്ത് ആളുകളെ സംബന്ധിച്ചു 50% ആളുകൾ 28 വയസ്സിലാണെങ്കിൽ ഇവന്മാർക്കൊക്കെ എന്ത് വേണം? ജോലി വേണം, വരുമാന മാർഗം വേണം. എന്ത് മാർഗം? എന്താ നാളുകളിൽ അവർക്കുള്ള ഒരു വരുമാന മാർഗങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കേരള ഗവൺമെന്റിന് എത്ര ജോലി കൊടുക്കാൻ വേണ്ടി പറ്റും? സെൻട്രൽ ഗവൺമെന്റിന് എത്ര ജോലി കൊടുക്കാൻ വേണ്ടി പറ്റും? പറ്റില്ല സാറേ. ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളെ രാജ്യത്ത് ഇനി അത് പോസിബിൾ അല്ല. അത് വളരെ ചുരുങ്ങിയ 1%, 0.5%, 0.1% പോലും ആളുകൾക്ക് മാത്രമേ ഗവൺമെന്റ് ജോലി എന്നുള്ളതൊക്കെ ഒരു ലക്ക് എന്ന് വേണമെങ്കിൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ അതേ സമയത്ത് ഇവിടെ നമ്മൾക്ക് ഹെവി മാർക്കറ്റാണ് നമുക്ക് ഉള്ളത് എന്നുള്ളതാണ്. earlier there was എന്താ പറയാ about 79 lakh direct sellers in India. അതായത് 2 വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ 79 ലക്ഷം ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ. എന്നാൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം അത് 84 ലക്ഷമായി മാറി. എന്നാൽ 2025 കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിലവിൽ പുതിയ റിപ്പോർട്ട് വന്നിട്ടില്ല. ഈ കണക്കുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പുതിയ കണക്കുകൾ പറയുന്നു 2025 കഴിയുമ്പോഴത്തേക്ക് 1,80,00,000 ആളുകൾ ഈ മേഖലയിൽ ഈ മേഖലയിൽ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും എന്നാ പറയുന്നത്. 1 കോടി. ഇത് നമുക്ക് 2018 നമുക്ക് ഉണ്ടായിരുന്നതാണ്, റിപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് അല്ലെ. 1,80,00,000 ആളുകൾ ഈ മേഖലയിൽ കടന്നു വരും എന്നുള്ളതിന്റെ 2018 ഉണ്ടായിരുന്ന. യെസ്, അത് ഇന്നിപ്പോ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഈ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. 1,80,00,000 ആളുകളെ പ്രതീക്ഷിച്ചിട്ടാണ് ഇന്ന് നമ്മള് അല്ലെങ്കിൽ ഗവൺമെന്റും ഇതേപോലെ തന്നെ ഈ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. ദെൻ അതേ സമയത്ത് നോക്കുന്ന സമയത്ത് perfectly suits the work requirements of new generation. അതായത് നിലവിൽ ഈ ഒരു ബിസിനസിന്റെ രീതിനെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ന്യൂ ജനറേഷൻ പുതിയ കാലത്തെ പുതിയ ആളുകളെ സംബന്ധിക്കുകയാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് മെത്തേഡോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് സ്റ്റൈലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡലാണ് നമ്മളത്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ. നാളെ ഭാവിയിലേക്ക് നമ്മൾക്കുള്ള സ്കോപ്പുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബിഫോർ ആൻഡ് ആഫ്റ്റർ കോവിഡ് ദർ ആർ മെനി ചേഞ്ചസ്. എക്സാമ്പിൾ മൈൻഡ് സെറ്റ്, ലൈഫ് സ്റ്റൈല്, കൾച്ചർ, ഇതെല്ലാം മാറിക്കഴിഞ്ഞു കോവിഡിന് ശേഷം അല്ലെ. ബിഫോർ കോവിഡ്, ആഫ്റ്റർ കോവിഡ്, ഈ 2 സെഗ്മെന്റ് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കോവിഡിന്റെ മുന്നത്തെ കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്താ ഓരോരുത്തരും നമ്മളെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ. ഈ കോവിഡിന് വന്നതിന് ശേഷമല്ലേ നമ്മൾ ഈ സൂമിൽ കൂടി ഇപ്പോ 1000 ആൾക്കാരോ അല്ലെങ്കിൽ 700 ആൾക്കാരോ അല്ലെങ്കിൽ 800 ആൾക്കാരോ ഇപ്പൊ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോവിഡിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്, ജീവിത രീതിയിൽ മാറ്റം വന്നു, നമ്മളെ കൾച്ചറിൽ മാറ്റം വന്നു, എല്ലാം മാറ്റം വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കോവിഡിന്റെ പീക്ക് ടൈമിൽ സൂമിൽ കൂടിയും വാട്സപ്പിൽ കൂടി കല്യാണം കഴിച്ച ആൾക്കാരുണ്ട് ഇല്ലേ. ഇതെല്ലാം നമ്മുടെ കൾച്ചറിൽ വന്ന മാറ്റം പറയുകയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലെ. അതായത് എന്താ പറയാ, സിന്ദൂരം തൊടുന്നത് ഫോണിൽ നോക്കിയിട്ട് ആ മോളെ തൊട്ടോ, ഈ രീതിയിൽ ഇങ്ങനത്തെ രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കോവിഡ് എന്ന് പറയുന്ന സംഭവം. ദെൻ നൗ പീപ്പിൾ സെർച്ച് ഇൻ ദെയർ വർക്ക്. ഇന്ന് ആളുകള് ജോലി ആഗ്രഹിക്കുന്നത് പറയുകയാണെങ്കിൽ ഇന്നത്തെ പണ്ടത്തെ പോലെ തന്നെ എന്താ പറയാ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാനൊന്നും ആൾക്കാർ റെഡി അല്ല. അല്ലെങ്കിൽ ഹെവി ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും ആളുകൾ റെഡി അല്ല. ഇന്നത്തെ യൂത്ത് അല്ലെങ്കിൽ അവരൊക്കെ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഫ്രീഡം ടു വർക്ക് ഓൺ ദെയർ ഓൺ ടേംസ്. അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഫ്രീഡം വേണം അവർക്ക്. അവര് എന്താ പറയുക പ്രഷർ ഇട്ടിട്ടുള്ള വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ആഗ്രഹിക്കുന്ന ഫ്രീഡം ആണ്. അതായത് നമ്മൾക്ക് എന്ത് വേണം? എൻജോയ്മെന്റ് വേണം,
വർക്ക് ലോഡ് ഉണ്ടാവാൻ പാടില്ല, ഒരു ടൈപ്പ് ഓഫ് ആ രീതിയിൽ ഫ്രീഡം ആണ്, ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹൗസ്. നിങ്ങൾ ആലോചിച്ചോക്കെ, നമ്മുടെ ബിസിനസ് അങ്ങനെയല്ലേ, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് അങ്ങനെയല്ലേ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അങ്ങനെയല്ല, ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹൗസ്, വർക്ക് ഫ്രം ഹോം, നമ്മൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവരാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ബിസിനസ് മോഡൽ അല്ലെ, അതേപോലെ തന്നെ ചൂസ് ദെയർ ഇൻകം, അവരവരുടെ ഇൻകം നമുക്ക് ആഗ്രഹിക്കാൻ പറ്റണം, നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് നമ്മുടെ ഇൻകം. നിങ്ങൾ ആലോചിച്ചോക്കെ, ഇന്ന് അത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വ്യക്തികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. എത്രയോ ആളുകൾ ഇന്ന് ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ജോലിനെ ആഗ്രഹിച്ച വ്യക്തികളാണ്. ഓൾ ദീസ് തിങ്സ് ആർ അവൈലബിൾ ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നമ്മളുടെ ഏറ്റവും വലിയ ലക്ക് എന്താണെന്ന് വെച്ചാൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ ലക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. എന്താണ്, ഒരു യൂത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രീഡം ടു വർക്ക് ഓൺ ദെയർ ഓൺ ടേംസ് അല്ലെ, സ്വാതന്ത്ര്യത്തോടു കൂടി വർക്ക് ചെയ്തൂടെ, അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹൗസ്, ഇഷ്ടപ്പെട്ട സമയത്ത് വർക്ക് ചെയ്താൽ പോരെ, വർക്ക് ഫ്രം ഹോം, നമ്മൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്തൂടെ, ഓൺലൈൻ ബിസിനസ് മോഡൽ അല്ലേ ഇത്, നമുക്ക് ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ കൂടി ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടും വളരെ പവർഫുൾ ആയിട്ടും വളരെ സക്സസ്ഫുൾ ആയിട്ടും നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചൂസ് ദെയർ ഇൻകം, നമ്മുടെ ഇൻകം നമ്മൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ചേഞ്ചസുകൾ നമുക്ക് ഇന്ന് ഈ ഒരു മേഖലയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിഗ് എക്കണോമീസ് എന്നുള്ളതാണ് വേൾഡിൽ അറിയപ്പെടുന്നത് അല്ലെ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു GDP, അതായത് ഇന്ത്യയിലെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അതിന്റെ കണക്ക് പ്രകാരം പറയുന്നത് എങ്ങനെയാണ്, അക്കോർഡിംഗ് ടു GDP വി ആർ ദ 5th largest economy in the world. 2020 ഒരു സ്റ്റഡി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നതാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നു. 2020 2030 ഇന്ത്യ ജപ്പാനെ ബീറ്റ് ചെയ്ത്, ജപ്പാനെയും ജർമ്മനിനെയും ബീറ്റ് ചെയ്തിട്ട് ഇന്ത്യ ലോകത്തിലെ 3ാം സ്ഥാനത്ത് എത്തും എന്നുള്ളതായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പഠിച്ച ഒരു സ്റ്റഡി വായിച്ചിട്ടുണ്ട് 2020. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യണം, ഓക്കെ, അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്യണം. ഗൂഗിളിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇന്ത്യാസ് GDP എന്ന് അടിച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ അടിക്കണ്ട, നിങ്ങൾക്ക് കൂടുതലൊന്നും നിങ്ങൾ സെർച്ചോ കാര്യങ്ങളൊന്നും വേണ്ട, ബാക്കി എല്ലാം വരും. ഇന്ത്യാസ് GDP എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇന്ത്യയുടെ GDP റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ലോകത്തിലെ 5ാം സ്ഥാനത്താണ്. ഒന്നാമതാരാ? US, രണ്ടാമത്തേത് ചൈന, 3 ജർമ്മനി, 4 ജപ്പാൻ, 5 ഇന്ത്യ. 5ാമനാണ് ഇന്ത്യ ഇന്ന് ലോകത്തില്. എന്നാൽ ഇന്ന് 2025 അവസാനിക്കുന്നതിന് മുന്നേ ആ ജപ്പാനെ ഓവർടേക്ക് ചെയ്തിട്ട് ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് കയറാൻ വേണ്ടി പോവാ. സാർ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മൊത്തം ബിസിനസ്സിൽ മൊത്തം കാറ്റഗറിയിലുള്ള, അതായത് എല്ലാ മേഖലകളിലും ഇന്ന് ഗ്രോത്ത് ആണ്, വളർച്ചയെ കുറിച്ച് മാത്രമാണ് സംസാരമുള്ളത് എല്ലാ സ്ഥലങ്ങളിലും. നമ്മൾ ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ. എല്ലാം മെഡിക്കൽ ആരോഗ്യ രംഗത്തായാലും ശരി, യുദ്ധരംഗത്തായാലും, എന്താ പറയാ, യുദ്ധ വിമാനങ്ങൾ ഉണ്ടാക്കുന്നവർക്കട്ടെ, അല്ലെങ്കിൽ പ്രതിരോധ മേഖല ആവട്ടെ, അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് മേഖല, സിനിമയാവട്ടെ, എനി ടൈപ്പ് ഓഫ് മേഖലയിൽ അവിടെ ഗ്രോത്തിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. കഴിഞ്ഞൊരു 5 വർഷം മുന്നേ നമ്മൾ 100 കോടി സിനിമ എന്ന് പറയുന്നത് മലയാളത്തിൽ ഉണ്ടാവുന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഇന്ന് 100 കോടി ബഡ്ജറ്റിൽ അല്ലെങ്കിൽ 100 കോടി കളക്ഷൻ കിട്ടുന്ന സിനിമ വരെ വരുന്നത് ഒരു 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ ഇന്ന് 100 കോടി സിനിമയാണ്. ഇന്ത്യയിൽ പരിശോധിക്കുകയാണെങ്കിൽ 1000 കോടിയുടെ സിനിമയാണ്. 1000 കോടി രൂപ വിറ്റുവരവ്, ഒരു സിനിമയിൽ നിന്നും 1000 കോടി വിറ്റുവരവ്. ഒന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ ഒരു 10 വർഷം മുന്നേ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ ടെക്നോളജിയുടെ ഭാഗമായിട്ട് നമ്പർ ഓഫ് തിയേറ്റേഴ്സിന്റെ, നമ്പർ ഓഫ് ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന രീതി, അതെല്ലാം ഇന്ന് ബുക്ക് ചെയ്യുന്നത് ഫോണിൽ കൂടി ആയതുകൊണ്ട് പണ്ടത്തെ പോലെ ക്യൂ നിന്നിട്ട് തിക്കും തിരക്കും കൂടിയിട്ടുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഇത്തരത്തിലൊന്നുമില്ല. ഇതെല്ലാം മാറ്റം വന്നു. എനി ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ ഇതെല്ലാം മാറ്റം വന്നു. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതെല്ലാം റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിന്റെ മാറ്റം കണ്ടു തുടങ്ങിയെന്നുള്ള. അതായത് ഇൻ ഫ്യൂ ഇയേഴ്സ് വിൽ ബി ദ 3rd largest economy in the world. അതായത് ജപ്പാനെയും ജർമ്മനിനെയും ഓവർടേക്ക് ചെയ്തിട്ട് US-നും ചൈനയ്ക്കും ശേഷം 3ാമനായിട്ട് ഇന്ത്യ മാറുമെന്നാണ് പറയപ്പെടുന്നത്, കണക്കുകൾ പറയുന്നത്. അത് 2030 അല്ലെങ്കിൽ 2027 കൂടി ഇത് പോസിബിൾ ആവുമെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ഗ്രോയിങ് എൻവയോൺമെന്റിൽ ഇന്ത്യ is full of ഗ്രോയിങ് എൻവയോൺമെന്റ്. എവറിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഗ്രോത്ത്. എല്ലാവരും ഗ്രോത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മേഖലയിലും ഗ്രോത്ത് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാത്രം താഴേക്ക് പോവോ?
ഈ മേഖലയിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ള എല്ലാ മേഖലകളെക്കാൾ കൂടുതലുള്ള ഗ്രോത്ത് കാണിക്കുന്ന ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏക ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് 27% മുതൽ 35% ആണ് ഇതിന്റെ ഓരോ വർഷത്തെയും വളർച്ച കാണിക്കുന്നത്. ഇത്രമാത്രം വളർച്ചാ നിരക്ക് കാണിക്കുന്ന മറ്റൊരു മേഖലയും ഇന്ത്യയിലില്ല, വേൾഡിലില്ല. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ 150 കോടിയുള്ള ജനങ്ങളുള്ള ഇന്ത്യക്കാണ് ഇതിന്റെ മുൻതൂക്കം കൂടുതൽ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാൻ ഈ ബിസിനസ് ചെയ്യണോ വേണ്ടയോ? ഇത് മാത്രമേ നിങ്ങൾ ചിന്തിക്കേണ്ടുള്ളൂ. ഞാൻ ഈ ബിസിനസ് ചെയ്യണ്ട അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എത്രയേ ഉള്ളൂ. മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതെന്താ സാറേ മിഡിൽ ക്ലാസ് ഇല്ലാതെയായി പോകുന്നത്? മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലുള്ള ആളുകൾ ഒന്നുകിൽ മുകളിലോട്ട് പോകണം അല്ലെങ്കിൽ താഴേക്ക് പോകണം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കണം. അതായത് പാവപ്പെട്ടവൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാവില്ല, മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടാവില്ല. ഈ മിഡിൽ ക്ലാസ് ഒന്നുകിൽ പാവപ്പെട്ടവനായി മാറിക്കൊള്ളണം, അല്ലെങ്കിൽ അയാൾ എന്താ പറയാ ഹൈ പ്രൊഫൈൽ കാറ്റഗറിയിലേക്ക് മാറിക്കൊള്ളണം. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ മാറ്റത്തിനനുസരിച്ച് മാറാൻ തയ്യാറാവുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടേക്ക് പോകും? ഒരു സംശയം വേണ്ട, നിങ്ങൾ ബിലോ പാവപ്പെട്ടവനായിക്കൊണ്ടേ മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ മാറ്റത്തിനനുസരിച്ച് മാറാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് മാറ്റം ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ചു, യൂട്യൂബിൽ കൂടി ഒരു കൊല്ലത്തിൽ 1 കോടി വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. ഇന്ന് ഫേസ്ബുക്കിൽ തോണ്ടിയാൽ പോലും നമുക്ക് പൈസ കിട്ടും, അല്ലേ? ഈ രീതിയിലേക്ക് ഇന്ന് കാലഘട്ടം മാറി. അപ്പൊ അതിനൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾക്ക് ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യത നമ്മൾക്ക് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ, ഇഫ് ഓപ്പർച്യൂണിറ്റി ഈസ് ബിഗ്ഗർ, അതായത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു അവസരം വളരെ വലുതാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ദെൻ പ്രിപ്പറേഷൻ ഈസ് ഓൾസോ ഷുഡ് ബി ബിഗ്ഗർ. നിങ്ങൾ ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ, നിങ്ങൾ ഇതിന് അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. പക്ഷെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസിനെ ഇതൊരു പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, കൃത്യമായ ഒരു പ്രിപ്പറേഷൻ നടത്തുന്നുണ്ടോ? നിങ്ങൾ വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ വലിയ ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആവുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ തയ്യാറാവുന്ന വലിയ ആന കാര്യം നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് പഠിക്കണം. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഭംഗിയായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യണം. ഏത് നട്ടപ്പാതിരയ്ക്ക് ഉറക്കത്തിൽ പോലും നിങ്ങളെ വിളിച്ചുണർത്തിയ ഒരാൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇന്നതാണെന്നും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ന സാധ്യത ഉണ്ടെന്നും നിങ്ങളിത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. സ്റ്റഡി ചെയ്യണം, ഇതിനെ ഇഷ്ടപ്പെടണം, ലവ് ചെയ്യണം. ഓക്കെ, ഇഷ്ടപ്പെടണം. നിങ്ങളുടെ ഫോണിനെ, നിങ്ങളുടെ ബൈക്കിനെ, നിങ്ങളുടെ കാറിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ, നിങ്ങളുടെ മക്കളെ, നിങ്ങൾ ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് അതേപോലെ ഈ മേഖലയെ ഇഷ്ടപ്പെട്ട് ചെയ്യണം. നേരത്തെ വിജയ് സാർ ഇവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനെ ഇഷ്ടപ്പെട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത്. ഇത്തരത്തിൽ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഡു ഇറ്റ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. നിങ്ങൾക്ക് പറ്റുന്നത് അത്രയും സ്പീഡിൽ ഈ ബിസിനസ് ചെയ്യണം. അതായത് ഇങ്ങനെയൊക്കെ പോയാൽ മതി. എന്താ പറയാ, ചില അവാർഡ് സിനിമകൾ, അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ, അത് മോശമാക്കി പറയല്ലോ, ആ ടൈപ്പ് സിനിമകൾ പോലെ കാണാതെ, ആ സിനിമകൾ പോലെ ചെയ്യാതെ, അതൊന്നും എന്താ പറയാ, ഒരു 20-20 മാച്ച് കളിക്കുന്ന ആ ലാഘവത്തോട് കൂടിയിട്ട് എല്ലാ ബോളിലും 6 അടിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എല്ലാ ദിവസവും വലിയ വലിയ അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. സീ ഇറ്റ് ആസ് എ ബിസിനസ്. പല ആളുകളും ഇതിനൊരു ബിസിനസ് ആയിട്ട് കാണുന്നില്ല. സീ ഇറ്റ് ആസ് എ ബിസിനസ്, ഇതിനൊരു ബിസിനസ് ആയിട്ട് കാണാം. പല ആളുകൾ ഇതിനെ എന്താ പറയാ, ഇത് എന്റെ ബിസിനസ് അല്ല, ഇത് എന്താ പറയാ, ഇത് എന്റെ ലീഡറുടെ ബിസിനസ് ആണ്. ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി നാളെ ഇതിലേക്ക് വരാനുള്ള ആളുകളായിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടതേ ഉള്ളൂ, ഇതിനൊരു ബിസിനസ് ആയിട്ട് കാണണം. വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഹ്യൂജ് ടേൺ ഓവറും ഹ്യൂജ് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫോളോ മോഡൽ, നിങ്ങൾ ഇതിന്റെ സിസ്റ്റം കൃത്യമായിട്ട് മനസ്സിലാക്കി. ഫോളോ മോഡൽ, ഇതിന്റെ സിസ്റ്റം, ഇതിന്റെ മോഡൽ, ഇതിന്റെ നിങ്ങളുടെ സക്സസ് ആയിട്ടുള്ള ഒരു മോഡൽ ആരാണോ, നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിൽ, നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ സക്സസ് ആയിട്ടുള്ള വ്യക്തി ആരാണോ, ആ വ്യക്തി എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അത് അതേപോലെ കോപ്പി അടിച്ച് ഒരു മോഡലായിട്ട് അയാളെ ഒരു മോഡലാക്കി കണ്ടുകൊണ്ട് സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കണ്ടിന്യൂ ഓൾഡ് തിങ്സ്, അത് അതേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ കണ്ടിന്യൂ ഓൾഡ് തിങ്സ്, പഴയ കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി, ഒരു സംശയം വേണ്ട. പക്ഷെ അത് കാര്യങ്ങൾ ചെയ്യുന്നത് കൃത്യതയോട് കൂടിയിട്ടും പഠിച്ചും ഇഷ്ടപ്പെട്ടും സ്പീഡിലും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ബട്ട് അഡോപ്റ്റ് ന്യൂ തിങ്സ് ഓൾസോ.
പുതിയ കാര്യങ്ങളും കൂടി പുതിയ കാലത്തെ ന്യൂ ജനറേഷൻ ആയ ആളുകളെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, പുതിയ കാലത്തെ പുതിയ സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താ പറയാ, ഒരു മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കൂടി, അല്ലെങ്കിൽ എന്താ പറയുക, ഫേസ്ബുക്ക് ആവട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ആവട്ടെ, ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളും നമ്മളിത് ഉപയോഗിക്കാനും ഇതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങൾ, ഞാൻ 6 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ 6 കാര്യങ്ങളാണ് ഡയറക്റ്റ് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഫ്യൂച്ചറിനെ, അല്ലെങ്കിൽ എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു മേഖല എന്നുള്ള ലെവലിലേക്ക്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ പരിശോധിക്കുകയാണെങ്കിൽ, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പരിശോധിക്കുകയാണെങ്കിൽ, അതിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇത്തരത്തിലുള്ള ഒരു എന്റർപ്രണർ ആവാൻ, സ്റ്റാർട്ടിങ് യുവർ ഓൺ സക്സസ്ഫുൾ ബിസിനസ് വാസ് നെവർ ദിസ് ഈസി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ബിസിനസ് തുടങ്ങാൻ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ പണ്ട് ഇത്ര എളുപ്പമല്ല. എന്നാൽ ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ വന്നതിന് ശേഷം വളരെ സിമ്പിൾ ആണ് അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ ഇന്ന് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇതെല്ലാം തന്നെ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വളർച്ചയാണ്, ഈ ഒരു ബിസിനസിന്റെ വളർച്ചയാണ്. ഏകദേശം 2013 തുടങ്ങിയിട്ടുള്ള ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് 12ാം വർഷത്തിലേക്ക് കടക്കുന്ന കമ്പനിയാണ്. 11ാമത്തെ വർഷത്തിൽ കംപ്ലീഷൻ ചെയ്ത് 12ാം വർഷത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്ന കമ്പനി. അതായത് ഒരു വ്യാഴവട്ടം, 12 വർഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യാഴവട്ടം, 12 വയസ്സുകാരനാവാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കമ്പനി. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 12 വയസ്സുകാരൻ, നിങ്ങളുടെ മകൻ 12ാമത്തെ വയസ്സിൽ അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അവൻ എത്രമാത്രം എനർജി ഉണ്ടോ, അവൻ എത്രമാത്രം അവന് ആഗ്രഹങ്ങളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു 5 വർഷം നിങ്ങൾ ആലോചിക്കുക, അവന്റെ അല്ലെങ്കിൽ ഒരു 6 വർഷം ആലോചിച്ച് നോക്കുക, 18 വയസ്സാവാൻ പോകുന്നതിനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മകൻ അവന്റെ എനർജി പോലെ തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ പ്രത്യേകതയും. ഓക്കെ, ആ രീതിയിലേക്കാണ്. നിങ്ങൾക്ക് ഇതിൽ വേണ്ട കാര്യം എത്രയേ ഉള്ളൂ, ജസ്റ്റ് നിങ്ങളുടെ ഒരു ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ബാങ്ക് ഡീറ്റെയിൽസും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു ഐഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് നിങ്ങൾക്ക് വലിയ കോടികളും കാര്യങ്ങളൊന്നും മുതൽ മുടക്കേണ്ട ആവശ്യമില്ല. കമ്പനി ഇന്ന് നോക്കുകയാണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യയിൽ ഏകദേശം 600-ൽ കൂടുതൽ, ഓൾമോസ്റ്റ് 750ഓളം ഔട്ട്ലെറ്റുകൾ സ്വന്തമായിട്ടുള്ള കമ്പനി. അതായത് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന അത്രയേ ഉള്ളൂ, എന്റെ കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ, മൈലേഷ്യയിലെ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ, എനിക്ക് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ 600-ൽ കൂടുതൽ ഔട്ട്ലെറ്റ് ഉണ്ട്. ഇത് എന്റെ ബിസിനസ് ആണല്ലോ. ഈ ഔട്ട്ലെറ്റുകളെല്ലാം തന്നെ എന്റെ ഔട്ട്ലെറ്റുകളായിട്ട് എനിക്ക് ബിസിനസിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇന്ന് ഉള്ളത്. ഇത് നമ്മുടെ ബുദ്ധിയാണ്. ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ വളർച്ച, നമ്മുടെ ഗ്രോത്ത്. ഓക്കെ, അത്തരത്തിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ മൈ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് 600-ൽ കൂടുതൽ ഔട്ട്ലെറ്റ് ഉള്ള ഇന്ത്യയിലെ ഏക ഡയറക്ട് സെല്ലിംഗ് കമ്പനി, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി മൈ ലൈഫ് സ്റ്റൈൽ. വേറെ ഒരു കമ്പനിക്കില്ല ഇത്ര മാത്രം ഔട്ട്ലെറ്റുകൾ ഉള്ളത്. ഓക്കെ, അപ്പൊ അത് കമ്പനി ഡയറക്റ്റ് ആയിട്ടുള്ള സംവിധാനത്തിൽ കൂടി ചെയ്യുന്ന ഒരു രീതിയിലുള്ള സംവിധാനം. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിലെല്ലാം തന്നെ നിങ്ങളുടെ ഈ 600 ഔട്ട്ലെറ്റ് ആണെങ്കിൽ അല്ലെ 750 ഔട്ട്ലെറ്റ് ആണെങ്കിൽ ഈ ഓരോ ഔട്ട്ലെറ്റിലും മിനിമം 10 പേരുടെ ഒരു ടീം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എത്രമാത്രം വലിയ നെറ്റ്വർക്ക് ഇന്ത്യയിൽ ഉണ്ടായിരിക്കും. ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ബിസിനസിനെ കാണേണ്ടത്. ഓക്കെ, എന്നാൽ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറയണ്ടായി, ഇതിന്റെ ഗവൺമെന്റിന്റെ കണക്കുകൾ പ്രകാരം പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റും അതായത് ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് നല്ല പ്രൊഡക്റ്റ് കൂടി ഉണ്ടെങ്കിൽ സ്കൈ ഇസ് ദ ലിമിറ്റ് എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ കമ്പനിയെ സംബന്ധിച്ചൊക്കെയാണെങ്കിൽ ഇന്ന് ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല പ്രൊഡക്റ്റുകളാണ്. ഏകദേശം ആയുഷിന്റെ പ്രീമിയം മാർക്കുള്ള 25ഓളം പ്രൊഡക്റ്റുകളുള്ള ഇന്ത്യയിലെ ഏക ഡയറക്ട് സെല്ലിംഗ് കമ്പനി, മറ്റൊരു കമ്പനിക്കും ഇല്ല. ഓക്കെ, 25ഓളം ആയുഷ് പ്രീമിയം മാർക്കുള്ളത് നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് മാത്രമല്ല 100ഓളം പ്രൊഡക്റ്റുകൾ, 100-ൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ തൃശ്ശൂർ അഡ്ലക്സിൽ വെച്ചിട്ട് നമ്മുടെ കമ്പനി MD പ്രവീൺ ജെ ചന്ദ്രൻ സാറ് ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നു. അടുത്തൊരു 2030 ആവുന്ന സമയത്ത്, അടുത്തൊരു 7 വർഷം കൊണ്ട് അല്ലെങ്കിൽ അടുത്തൊരു 5 വർഷം കൊണ്ട് നമ്മൾക്ക് 1000 പ്രൊഡക്റ്റ് എന്നുള്ള ലെവലിലേക്ക് വരാൻ വേണ്ടി പോവാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, 1000 പ്രൊഡക്റ്റ്.
ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സ്കൈ ദ ലിമിറ്റ് എന്ന് പറയുന്നതിൽ എന്താണ്, അതിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടോ? ഇല്ല. നമ്മൾക്ക് ആകാശമാണ് പരിധി. ഓക്കെ. ആ രീതിയിൽ വളരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കയ്യിൽ ഇന്ന് ദൈവം സഹായിച്ചിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളെ കയ്യിലേക്ക് എത്തി വന്നിട്ടുണ്ട് എന്നുള്ള ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് സർട്ടിഫിക്കേഷൻസ് നോക്കിക്കേ. ഇന്ത്യയിലെ എല്ലാവിധ സർട്ടിഫിക്കേഷൻസും GMP പോലുള്ള, ആയുഷ് പോലുള്ള, അതേപോലെ തന്നെ ബ്രൂൺസിക് ലാബിന്റെ പോലുള്ള എല്ലാ FSSI പോലുള്ള എല്ലാ സർട്ടിഫിക്കേഷൻസും ലഭിച്ചിട്ടുള്ള ഒരു കമ്പനി. അപ്പൊ ഈ കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇന്ന് അതെല്ലാം ഇന്ന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് സയന്റിസ്റ്റുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ത്രില്ലടിപ്പിച്ചിട്ടുള്ളതും എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സയന്റിസ്റ്റിന്റെ പാനലാണ്. ഓക്കെ. മറ്റേത് കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു പാനലാണ് നമ്മൾക്കുള്ളത്. ഓക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡോക്ടർ DBA നാരായണ ഇദ്ദേഹത്തിനെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 50 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഫാർമസ്യൂട്ടിക്കൽ സയന്റിസ്റ്റ് ആയിരുന്നു ഇയാള്. ഓക്കെ. അതേ സമയത്ത് അയാള് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെയും അതേപോലെ തന്നെ ഡാബറിന്റെയും അതേപോലെ തന്നെ ബൽസാര പോലുള്ള കമ്പനികളുടെ ഒക്കെ R&D ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. then അതേപോലെ രണ്ടാമത്തെ ഒരു വ്യക്തിയാണ് ഡോക്ടർ KK രാജേഷ്. ഇദ്ദേഹം രണ്ടാമത്തെ കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ ജീവിതത്തിലെ. അയാളുടെ ആദ്യത്തെ കമ്പനി ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ 26 വർഷം വർക്ക് ചെയ്തതിന് ശേഷം ആ വ്യക്തി ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ വന്നിട്ടുള്ളത് നമ്മുടെ കമ്പനിയിലേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തുകൊണ്ട് അയാള് വേറൊരു കമ്പനിയിൽ പോകാൻ നമ്മുടെ കമ്പനിയിലേക്ക് വന്നു. അപ്പൊ നമ്മുടെ ക്രെഡിബിലിറ്റിയാണ്, നമ്മുടെ കമ്പനിയുടെ വിശ്വാസ്യതയാണ് അവിടെ കാണുന്നത്. ദെൻ ഡോക്ടർ KC ഗൗണ്ടൻ ഇദ്ദേഹത്തിനെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 37 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള കോസ്മെറ്റിക് ഹെഡാ. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഡാബറിന്റെ ഒക്കെ കോസ്മെറ്റിക് ഹെഡായിരുന്നു അദ്ദേഹം. ഇന്ന് ആ കമ്പനിയിൽ നിന്നും മാറിയിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് വന്നു. ഇവരുടെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ DBA അനന്തനാരായണന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് ഡോക്ടർ SK ശർമ്മയും അതേപോലെ തന്നെ ഡോക്ടർ സുരേഷ് B പാതങ്കറും. ഇന്ന് അവരെല്ലാവരും തന്നെ ഒരു ഗ്യാങ് ആയിട്ട് ഇന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്, ഏകദേശം ഇന്ന് ഈ കമ്പനിക്ക് R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ കമ്പനി മാറ്റി വെച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് 1500 കോടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പുതിയ പ്രൊഡക്റ്റുകളുടെ റിസർച്ചിന് വേണ്ടിയിട്ടും എന്താ പറയാ പുതിയ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ 1500 കോടി സ്വന്തമായിട്ട് മാറ്റി ഇതിനു വേണ്ടി ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് DBA അനന്തനാരായണനെ പോലുള്ള ആളുകൾക്ക് പുതിയ 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 പ്രൊഡക്റ്റുകൾ ഈ ഓരോ മാസത്തിലും ഇങ്ങനെ ഇറക്കാൻ വേണ്ടി പറ്റുന്നത്. കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയ്ക്ക് നമ്മൾക്ക് പുതിയ 8ൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ വന്നു ഇല്ലേ? 8ൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ വന്നു. ഇനി ഈ വർഷത്തിൽ 2025 കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പുതിയ 50 പ്രൊഡക്റ്റുകൾ വരുമെന്നാണ് നമ്മൾക്ക് 2024 ഡിസംബറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇൻഫർമേഷൻ. 2025 അവസാനിക്കുന്നതിന് മുന്നേ പുതിയ 50 പ്രൊഡക്റ്റുകൾ, അതിൽ 8 പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇനി വരാൻ കിടക്കുകയാണ്. അതായത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ, വടി ഒടിക്കാൻ പോയിട്ടുള്ളൂ സാറേ, എന്താ പറയാ വടി വെട്ടാൻ പോയിട്ടുള്ളൂ സാറേ, അടി തുടങ്ങിയിട്ടില്ല. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഓക്കെ. ഇപ്പൊ ഈ രീതിയിൽ നമ്മുടെ മാർക്കറ്റിലെ സിറ്റുവേഷൻ ഉള്ളത്. ഇത് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ കമ്പനി മൈലേഷ്യന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് കോമ്പൻസേഷൻ പ്ലാനാണ്, അതായത് വരുമാനം കൊടുക്കുന്ന രീതി. അപ്പൊ ഈ ഒരു രീതിയിൽ ഇത് നോക്കുകയാണെങ്കിൽ ഇന്ന് എന്താ പറയാ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ എന്താണ്? അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ആർ വർക്കിംഗ് ഓൺ ബൈനറി ഓക്കെ ഓർ യൂണി ലെവൽ പ്ലാൻ. എന്നാൽ അതായത് പല കമ്പനികൾ ഇന്ത്യയിലുള്ള പല കമ്പനികളാവട്ടെ അവരെല്ലാം വർക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബൈനറി ആയിരിക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലെവൽ പ്ലാൻ ആയിരിക്കാം, അതായത് സൺഫ്ലവർ പ്ലാൻ. ഓക്കെ. എന്നാൽ മൈലേഷ്യൽ ഈസ് ഓപ്പറേറ്റിംഗ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. അതായത് ഈ കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി രണ്ടും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹൈബ്രിഡ് ബൈനറി പ്ലാൻ. അതായത് ബൈനറിയിലും വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക്, സൺഫ്ലവറിലും വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക്. ഓക്കെ. അതായത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ ഏക കമ്പനി MI ലക്ഷ്യൻ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് വലിയ 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 ഇൻകങ്ങൾ ഏൺ ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ട് നമുക്ക്. ഓക്കെ. വലിയ വലിയ ഇൻകങ്ങൾ, അതായത് വീക്ക്ലി എന്താ പറയാ വീക്ക്ലി സീലിംഗ് ലിമിറ്റ് 2,10,000 ആണെങ്കിൽ, പക്ഷെ ഈ ബിസിനസ്സിൽ കൂടി ഒരു മാസത്തിൽ 50 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ലീഡേഴ്സ് നമുക്കുണ്ട്. മുബീൻ സാറിനെ പോലുള്ള ആളുകൾ ഒരു മാസത്തിൽ 50 ലക്ഷത്തിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതേപോലെ നമ്മൾ അനീഷ് സാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 25 ലക്ഷത്തിന്റെ 30 ലക്ഷം 40 ലക്ഷം ഇൻകം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അനീഷ് സാർ. അപ്പൊ ഇത്തരത്തിൽ വലിയ വലിയ ഇൻകം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ആലോചിച്ച് നോക്കണത്തേ ഉള്ളൂ. കഴിഞ്ഞ ഒരു മാസം മുന്നേ ഇന്ന് ഇന്ത്യയിൽ
18 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയിലെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ഒരു ലീഡർ. ഓക്കെ, പാലക്കാട് സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വ്യക്തി കഴിഞ്ഞ 18 വർഷമായിട്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അയാൾ അവിടുത്തെ പ്രധാനപ്പെട്ട ലീഡറാണ്. ആ ലീഡർ ടോപ്പ് ലെവൽ ലീഡറാണ്, ഫേമസ് ആയിട്ടുള്ള ലീഡറാണ്, ഒക്കെയാണ്. ആ വ്യക്തി കഴിഞ്ഞ 18 വർഷങ്ങൾക്ക് ശേഷം ആ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്യാനുള്ള കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: 18 വർഷമായിട്ട് ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, എന്റെ കഴിഞ്ഞ 2-3 മാസത്തെ ഇൻകം 2 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപയ്ക്ക് അടുത്താണെന്ന്. അതായത് ഒന്ന് ആലോചിക്കണം, 18 വർഷമായിട്ട് വർക്ക് ചെയ്തിട്ടും ആ കമ്പനിയിൽ നിന്നും 2 ലക്ഷം രൂപ വരുമാനം മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. ആ കമ്പനിയുടെ ഇൻകം പ്ലാന് സൺഫ്ലവർ പ്ലാൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാതിരുന്നത്. എന്നാൽ മൈലേജ് സെയിലിനെ സംബന്ധിച്ച് വെറും 11 വർഷമായപ്പോഴത്തേക്കും ഇന്ന് മലബാറിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ 250-ൽ കൂടുതൽ സീലിംഗ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും 1000-ൽ കൂടുതൽ ആളുകൾ ഇന്ന് ഈ കമ്പനിയിൽ കൂടി സീലിംഗ് അച്ചീവേഴ്സ് ആയിട്ടും ഉണ്ട് ഇന്ത്യയിലും. അപ്പൊ ഇത്തരത്തിലുള്ള വലിയൊരു, അതേപോലെ തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൂർ അച്ചീവേഴ്സ്, ഫോറിൻ ടൂർ അച്ചീവേഴ്സ്, ഒരുപാട് സാധാരണക്കാരനെ വിമാനത്തിൽ കയറ്റിയിട്ടുള്ള കമ്പനി. അപ്പോൾ അത്തരത്തിലുള്ള ലെവലിലേക്കുള്ള അച്ചീവ്മെന്റ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ ഈ ഒരു ബിസിനസ്സിന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈലേജ് സെല്ലിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും നല്ല ഇൻകം പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിന്റെ ബിസിനസ് എഡ്യൂക്കേഷനാണ്. ഓക്കെ, ഏതൊരു സാധാരണക്കാരനും കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് ഇവിടെ. എന്താണ് ആ സിസ്റ്റത്തിന്റെ പ്രത്യേകത? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത സിമ്പിൾ ആണ്. ഒരു ഹാർവെസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സിസ്റ്റം സ്വന്തമായിട്ടുള്ള കമ്പനി വരും. അതായത് മാർക്കറ്റിൽ ഇന്ന് ഇതിന്റെ റെഗുലേറ്റേഴ്സ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി സ്വന്തം യൂണീക്ക് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ വരുമാനം കൊടുക്കുന്ന രീതി പ്രൊഡക്റ്റ് സെയിൽസിൽ കൂടി ആയിരിക്കണം, ആളെ ചേർത്താൽ പൈസ കിട്ടരുത്, ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ളത് പോലെ തന്നെ സ്വന്തമായിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻസ് കൂടി റെഗുലേഷൻസിനകത്ത് വരുന്നുണ്ട്, പുതിയ നിയമത്തിന്റെ അകത്ത് വരുന്നുണ്ട്. 2025 ഫെബ്രുവരി മാസം 19-ാം തീയതി കേരളത്തിലാണ് ആദ്യമായിട്ട് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ കേരളത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതിന്റെ ഫ്യൂച്ചർ അടിപൊളിയാണ്. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇന്ന് ഹാർവെസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സിസ്റ്റവും കൂടി ഈ കമ്പനിയുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഹാർവെസ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ISO സർട്ടിഫൈഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ഹാർവെസ്റ്റിന്റെ അണ്ടറിലാണ് ആരൊക്കെ വരുന്നത്? നമ്മുടെ പ്രൊഡക്ട് ട്രെയിനർ ആയിട്ടുള്ള അഞ്ജിത മേഡം ഒക്കെ വരുന്നത്. അഞ്ജിത മേഡത്തിന്റെ ട്രെയിനിങ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രൊഡക്ട് ട്രെയിനർ ആണ്. അവർ എപ്പോഴും പറയാവുന്ന കാര്യമാണ്, ഞാൻ ഡോക്ടർ അഞ്ജിത ഹാർവെസ്റ്റിന്റെ പ്രൊഡക്ട് ട്രെയിനർ ആണ് എന്ന് പറഞ്ഞിട്ടാണ് മാഡം സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഗൂഗിളിൽ കൂടി അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടി നമുക്ക് ട്രെയിനിങ് തരുന്നത് ആരാണ്? ഹാർവെസ്റ്റ് ട്രെയിനിങ് അക്കാദമിയാണ്, സക്സസ് ട്രെയിനിങ് അക്കാദമിയാണ്. അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾക്ക് ഇന്ന് ഈ ഒരു സിസ്റ്റത്തിൽ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, ഇതിന്റെ ഒക്കെ പുറകിലുള്ള വ്യക്തി നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ ഒക്കെ പുറകിലുള്ള വ്യക്തിയാണ് മിസ്റ്റർ പ്രവീൺ ജെ ചന്ദൻ, ഈ കമ്പനിയുടെ MD. അതായത് മാർവാഡീസ് ഗ്രൂപ്പാ സാറേ, മാർവാഡീസ് ഗ്രൂപ്പാ. ഇവർക്ക് ഈ മാർവാഡികൾ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് അറിയോ? അവർക്ക് പൈസ ഒരു വിഷയമല്ല. അവരുടെ എന്താ പറയാ, ആയിരക്കണക്കിന് ആളുകളിലേക്ക് കഴിഞ്ഞ 11 വർഷമായിട്ട് ആയിരക്കണക്കിന് ആളുകളിലേക്ക് പണം എത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പാണ് ഹാർവാർഡ് പ്രവീൺ ജെ ചന്ദൻ ആൻഡ് ഫാമിലി, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഈ സമയം കഴിഞ്ഞ 2 ദിവസം മുന്നേ നമ്മള് 17-ാം തീയതി നമ്മള് തൃശ്ശൂർ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ നെക്സസ് എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോഴാണ് ഈ ഫോട്ടോയും കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിന്റെ പുറകിലുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ മാത്രം ഇത്രമാത്രം WTC ആൻഡ് അബോ ലീഡേഴ്സ് ആണ് ഈ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. WTC ആൻഡ് അബോ ആളുകൾ, ഇത്രമാത്രം ആളുകൾ, ഇനിയും ആ പ്രോഗ്രാമിൽ വരാത്തതായിട്ടുള്ള കുറെ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും കമ്പനിയുടെ പുതിയ തീരുമാനങ്ങൾ, എന്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, അത് WTC ആൻഡ് അബോ അല്ലെങ്കിൽ ITC ആൻഡ് അബോ ആളുകളോട് ഡിസ്കസ് ചെയ്തിട്ടാണ് കമ്പനി തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ലെങ്കിൽ ഡയമണ്ട്സിനോട് ചോദിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത്. സ്വന്തമായിട്ടുള്ള തീരുമാനമോ കാര്യങ്ങളോ അല്ലാതെ അത് വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയതിനു ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയണ്ടായി, എന്താണ്, ഈ നമ്മൾക്ക് 2,10,000 ആണ് നിലവിൽ സീലിംഗ് എങ്കിൽ അത് ഭാവിയിൽ അത് 4,10,000 എന്നുള്ള ലെവലിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതേ ഉള്ളൂ. 4,10,000
4,10,000 വീക്കിലി ഇൻകം എന്നുള്ള ലെവലിലേക്ക് മാറാൻ വേണ്ടി പോകുന്ന ഒരു കമ്പനിയിലാണ് ഞാനും നിങ്ങളും വർക്ക് ചെയ്യുന്നത്. നമ്മൾക്ക് അത് അന്തസ്സായിട്ടും അഭിമാനത്തോടു കൂടിയും പുതിയ ആളുകളിലേക്ക് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇപ്പൊ 17.5 ലക്ഷം ബിസിനസ് പോലെ മാച്ച് ചെയ്യുമ്പോൾ അത് 2,10,000 ആണെങ്കിൽ നാളുകളിൽ അത് 35 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്യുമ്പോൾ 4,10,000 ആയി മാറും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ 4,10,000 കിട്ടെങ്കിൽ 35 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്യണ്ടേ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത്രയോ, നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള പല വ്യക്തികളും, അത് അനീഷ് സാർ ആവട്ടെ, മുബീൻ സാർ ആവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള പല ലീഡേഴ്സ്, WTC പോലുള്ള പല ലീഡേഴ്സ് ആവട്ടെ, അവർക്കെല്ലാം തന്നെ ഇപ്പോൾ 30 ലക്ഷം 40 ലക്ഷം ഒക്കെ BV മാച്ച് ചെയ്യുമ്പോഴും 2.10 കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ അവിടെയാണ് നമ്മൾക്ക് അതിന്റെ BV കൂട്ടാൻ പറ്റുകയാണെങ്കിൽ നാളുകളിൽ അത് 4-10 വരെ കൊടുക്കും എന്നുള്ളതാണ് കമ്പനിയുടെ മാറ്റത്തിലുള്ള ഒരു പ്രസക്തമായ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയണ്ടായി. അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യമാണ്, എന്താണ്, ഒരു റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നിങ്ങളൊരു ഏത് റാങ്കാന്നുള്ളത് പറഞ്ഞിട്ടില്ല, ഒരു സ്പെസിഫൈഡ് റാങ്കിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷം തോറും ഓരോ വർഷത്തിൽ ഈ കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ബോണസ് കമ്പനി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വരാൻ വേണ്ടി പോവുകയാണ് സാറേ. അതേ സമയത്ത് നിലവിൽ ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തി, ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളുകളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി വൺ ടൈം ആയിട്ട് ഒരു തുക ആ എന്തെങ്കിലും സംഭവിച്ച് മരണം സംഭവിച്ചിട്ടുള്ള വ്യക്തിയുടെ ഫാമിലിക്ക് കൊടുക്കുന്ന ലെവലിലേക്ക് മാറാൻ വേണ്ടി പോവാണ്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോവാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 1000-ഓളം പ്രൊഡക്റ്റുകൾ വരുന്നു എന്ന് കമ്പനി പറഞ്ഞെങ്കിൽ അതിൽ ഞാനൊന്ന് അങ്ങനെ ചിന്തിച്ചു, എൻ്റെ ഒരു തോട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ലീഡേഴ്സ് പറഞ്ഞതാവട്ടെ, എൻ്റെ ചിന്തയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, നാളുകളിൽ നമ്മൾക്കൊരു ഏതെങ്കിലും ഒരു പെട്രോൾ കമ്പനിയുടെ ടൈപ്പ് ആയെങ്കിലോ, അത് HP ആയിട്ടോ, BP, ഭാരത് പെട്രോളിയം ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആയിട്ടോ, ആരോടെങ്കിലും ഒരു ടൈപ്പ് ആയിട്ട് നമ്മളെല്ലാവരും ഇന്ന് ക്രെഡിറ്റ് കാർഡ് വഴി പെട്രോളിനും ഡീസലും അടിക്കുന്നുണ്ട് അല്ലെ? അതിന് പകരമായിട്ട് നമ്മൾക്കൊരു പെട്രോൾ കാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾക്ക് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ, അതിൽ നിങ്ങളുടെ ആ പെട്രോൾ കാർഡിൽ നിങ്ങൾ 1,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, കമ്പനിയിൽ കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് നിങ്ങളെ കാർഡിലേക്ക് എന്ത് കയറും? 750 BVയോ അല്ലെങ്കിൽ 0.5 BV ആയാലും കുഴപ്പമില്ല. G35ഉം G75 ആണ് നമുക്ക് ഇപ്പോഴുള്ളതെങ്കിൽ, നാളെ അത് G10ഓ G5ഓ വന്നാലും മതി. G5 വെച്ചിട്ട് 1,000 രൂപയ്ക്ക് നമ്മൾ ആ പെട്രോൾ കാർഡിനകത്തേക്ക് എന്ത് ചെയ്തു, പോയിന്റ് കയറ്റി കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും നാളുകളിൽ ആ കാർഡ് ഉപയോഗിച്ചിട്ട് പെട്രോൾ കാർഡ് HP-ലോ BP-ലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഏതെങ്കിലും പമ്പിലോ പോയിട്ട് പെട്രോളോ ഡീസലോ അടിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ടീമിലുള്ള പല ആളുകളും, ആയിരക്കണക്കിന് ആളുകൾ, അവർ ഓരോരുത്തരും അവരുടെ വണ്ടികളിലേക്ക് പെട്രോളോ ഡീസലോ അടിക്കുകയാണെങ്കിൽ സാറേ, അതിന്റെ മുകളിൽ കൂടി BV കയറുന്നത് ആലോചിച്ച് നോക്കിയേ സാറേ. നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ, മഴ പെയ്യുന്ന മാതിരി ആ പൈസ വരാൻ വേണ്ടി പോകുന്ന നാളത്തെ കാലഘട്ടത്തിൽ, നാളുകളിൽ മഴ പെയ്യുന്ന മാതിരി പൈസ വരാൻ പോകുന്ന കാലഘട്ടത്തിലാണ്. അതിന് പ്രവീൺ ജയചന്ദ്രൻ സാറ്, കമ്പനി MD, ഞങ്ങളടുത്ത് ഇന്നലെ കഴിഞ്ഞ 17-ാം തീയതി പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, അടുത്ത 20 വർഷത്തേക്ക് ഈ കമ്പനിക്ക് ഒന്നും സംഭവിക്കില്ല. അടുത്ത 20 വർഷത്തേക്ക് ഈ കമ്പനിക്ക് ഒന്നും സംഭവിക്കില്ല. കാരണം എനിക്കൊന്നും സംഭവിക്കില്ല, ഈ കമ്പനിക്ക് ഒന്നും സംഭവിക്കില്ല. ഇൻ കേസ് നാളുകളിൽ ഇത്രയും ആളുകളെ സാക്ഷി നിർത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതില് ഫ്രണ്ട് സീറ്റിൽ തന്നെ തൊട്ടും പുറകിൽ ഞാനും ഇരിക്കുന്നുണ്ട്. കൈയൊക്കെ എന്താ പറയാ, ഇങ്ങനെ വെച്ചുള്ള മോട്ടിവേഷൻ, കേട്ടിട്ടുള്ള മോട്ടിവേഷന്റെ പുറത്താണ് ആ ഇരിപ്പ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അവിടെ ആരുണ്ടാവും? എന്റെ മകൻ നിഖിൽ ചന്ദൻ ഉണ്ടാകും. നിഖിൽ ചന്ദൻ അല്ലെ, പ്രവീൺ ബോബി സാറിന്റെ കൂടെയും അതേപോലെ തന്നെ നിഖിൽ സാറിന്റെ കൂടെയും ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോ, കോഴിക്കോട് താജിൽ വന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിക്കുക, അതേ സമയത്ത് ഇതെല്ലാം സാക്ഷി നിർത്തിയിട്ട് കോഴിക്കോട് വെച്ചിട്ട് ഇതിന്റെ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ സ്റ്റേജിൽ നിർത്തിയിട്ട് അതൊക്കെ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതായത് ജോസഫ് തൂങ്കുഴി എന്ന് പറയുന്ന വ്യക്തി, അതാണ് ഡയറക്ട് സെല്ലിംഗ് DSM-ന്റെ ചെയർമാനാണ് അദ്ദേഹം. എന്താണ് DSM? കേരളത്തിൽ ഒരു സംവിധാനം വന്നിട്ടുണ്ട്, DSM ഡയറക്ട് സെല്ലിംഗ് മെക്കാനിസത്തിന്റെ ചെയർമാൻ ആണെന്ന് ജോസഫ് തൂങ്കുഴി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അദ്ദേഹത്തിനെ സാക്ഷി നിർത്തി, അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം അന്ന് പ്രവീൺ സാർ അന്ന് ആ കാര്യങ്ങളെല്ലാം അവിടെ പറയണ്ടായത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നാളുകളിൽ വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ വരാൻ വേണ്ടി പോവാണ്. ഞാൻ ഹൈലി എക്സൈറ്റഡ് ആണ്, ഞാൻ ഹൈലി മോട്ടിവേറ്റഡ് ആണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ അത്രയും ആഗ്രഹിച്ചും ഇഷ്ടപ്പെട്ടിട്ടുമാണ് ഈ ബിസിനസ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റൊരു കാര്യം ഈ സമയത്ത് പറയാണ്, ഞാൻ ഇന്നലെ വൈകുന്നേരം മുതൽ പനിച്ചു കിടക്കുക.
ഞാൻ ശൈലേഷ് സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ച പല ലീഡേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് പനിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണോ, ഈ ഒരു ബിസിനസിന്റെ മോട്ടിവേഷൻ കാരണമാണ് എനിക്ക് ഇപ്പോൾ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ ഈ ട്രെയിനിങ് തുടങ്ങുന്നതിന് മുന്നേ വരെ കഫ്നിലും കുടിച്ച് ചുമച്ചിരുന്ന മനുഷ്യനാണ് ഞാൻ. അപ്പൊ അതൊന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട് ലവ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു ബിസിനസ്സിൽ ഈ ഒരു അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മുടെ കമ്പനി സിഇഒ കൈലാസ് സാറിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് മൊമെന്റോ വാങ്ങിക്കാൻ സാധിച്ചു. ഓക്കെ, ഇത്തരത്തിലുള്ള ലെവലിലേക്കൊക്കെ ഞാൻ മാറിയിട്ടുണ്ടെങ്കിലും, മെർസിഡീസ് ബെൻസ് കാറ് വാങ്ങിക്കുന്ന ലെവലിലേക്കൊക്കെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിലും സാറേ, എനിക്കും ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഈ ഒരു മേഖലയിൽ കൂടി ഒരു സുപ്രഭാതത്തിൽ ലോട്ടറി അടിച്ച് വന്ന വ്യക്തിയല്ല. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെയായി മാറിയതല്ല. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഒരു പാസ്റ്റ് ഉണ്ട്. എന്റെ പാസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇതാണ്. എവിടുന്നാണ് എന്റെ തുടക്കം ശരിക്കും പറയുകയാണെങ്കിൽ, ഞാൻ 2015 ഒക്ടോബർ മാസം 15-ാം തീയതിയാണ് എൻ്റെ ID ക്രിയേറ്റ് ചെയ്യുന്നത് ധനീഷ് സാറ്. പക്ഷെ ID ക്രിയേറ്റ് ചെയ്തെങ്കിലും ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ പാർട്ട് ടൈം ആയിട്ടെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് 2016 ഏപ്രിൽ മാസം മുതലാണ്. ഓക്കെ, അന്ന് എറണാകുളത്ത് അനീഷ് സാറിന്റെ ഒരു പ്രോഗ്രാമിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബിസിനസിന്റെ സാധ്യത, അല്ലെങ്കിൽ ഈ ബിസിനസ് പാർട്ട് ടൈം ആയിട്ടെങ്കിലും ചെയ്യണം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്ക് എൻ്റെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന അതാണ് എൻ്റെ അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. KL11 AC 5821 CD Deluxe 21/9/2016. ഓക്കെ, 12,700 രൂപ സെറ്റിൽമെന്റ് എമൗണ്ട് ആണ്. അതായത് എൻ്റെ പേര് നോക്കിയാൽ സുബീഷ് M, സൺ ഓഫ് ശശിധരൻ, മണ്ണിൽ ഹൗസ്, കോട്ടാമ്പറമ്പ് മെഡിക്കൽ കോളേജ് വഴി, കാലിക്കറ്റ് 673008, വിജയ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അതായത് എൻ്റെ കയ്യിൽ ഒരു CD Deluxe ബൈക്ക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാൻഡ് CD Deluxe ബൈക്കാ. ആ CD Deluxe ബൈക്കിന് സേട്ടോടെ വിട്ടിട്ട് ഓടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. ആ സേട്ടടവ് അടയ്ക്കാൻ, അതിന്റെ അടവ് അടയ്ക്കാൻ പറ്റാതെ, അത് അടവ് തെറ്റിയിട്ട് 5 അടവ് തെറ്റിയിട്ട് അതിന്റെ സെറ്റിൽമെന്റ് എമൗണ്ട് എൻ്റെ വീട്ടിലേക്ക് പോസ്റ്റ് കാർഡായി വന്നതിന്റെ ഫോട്ടോ ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഒരു സ്ഥലത്ത് നിന്ന് 12,700 രൂപ അല്ലെങ്കിൽ 1,500 രൂപ മാസത്തിൽ അടവടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഞാൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എൻ്റെ അവസ്ഥ. എന്തുകൊണ്ടാ 2016 ഈ സംഭവം വരുന്നത്? എന്തുകൊണ്ട് എനിക്കത് സാധിക്കാത്തത്? എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഗവൺമെന്റിന്റെ നമ്പർ ഉണ്ട്, അതിന്റെ ഫയൽ നമ്പർ ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉണ്ടോ, യാഥാർത്ഥ്യമാണോ, സത്യമാണോ, നടന്നിരുന്നതാണോ എന്നുള്ളത് നോക്കാം, അന്വേഷിക്കാം. ഇത് കോഴിക്കോട് ജില്ലാ കലക്ടർ എൻ്റെ അച്ഛൻ അയച്ചിട്ടുള്ള ഒരു ലെറ്ററിന്റെ പകർപ്പാണത്. അതായത് എൻ്റെ വീട് ജപ്തി ചെയ്യാൻ വെച്ചിട്ട്, ആ വീട് ജപ്തി ചെയ്യാൻ വെച്ചതിന്റെ അതിനകത്ത് സ്റ്റേ വാങ്ങിച്ചതിന് ശേഷം അത് ഗഡുക്കളാക്കി, ആ പൈസ ഗഡുക്കളാക്കി അടയ്ക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കലക്ടറുടെ ഉത്തരവ് വന്നിട്ടുള്ള ഒരു ലെറ്ററാണത്. അതായത് ഏകദേശം 20-ൽ കൂടുതൽ 2012 മുതൽ 2017 വരെ 5 വർഷം കൊണ്ട് ഏകദേശം 20-ൽ കൂടുതൽ ജപ്തി നോട്ടീസ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് KSF എന്നൊരു ലോൺ എടുത്തത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണത്തേ ഉള്ളൂ. എനിക്ക് ആ സമയത്തും ICICIയിൽ ജോലിയുണ്ട്. പക്ഷേ ആ ശമ്പളത്തിന്റെ അകത്ത് നിന്ന് എനിക്ക് ഈ ആധാരം ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് തന്നെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതിന്റെയും അതേപോലെ തന്നെ വീട് റിന്യൂവേഷൻ ചെയ്തതിന്റെയും ഒക്കെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ആരോടും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ. ഇന്ന് അത് എനിക്കൊരു അച്ചീവ്മെന്റ്സ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ അന്ന് അതൊന്നും ഒരു അച്ചീവ്മെന്റ്സ് അല്ല സാറേ. പക്ഷെ ഇന്ന് അച്ചീവ്മെന്റ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡയറക്ട് സെല്ലിങ്ങിൽ കൂടി ഇതെല്ലാം പോസിബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇന്ന് പല ആളുകളും ചിന്തിക്കുന്ന സാറേ എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്, 20-ൽ കൂടുതൽ ജപ്തി നോട്ടീസ് വന്നിട്ടുള്ള ഒരൊറ്റ വ്യക്തി പോലും ഈ കൂട്ടത്തിൽ ഉണ്ടാവണമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ആ വ്യക്തി ഞാൻ തന്നെയായിരിക്കും, 20-ൽ കൂടുതൽ ജപ്തി നോട്ടീസ് വന്നിട്ടുള്ള വ്യക്തി. എന്നാൽ അതേ സമയത്ത് ഈ ബിസിനസ് ഒന്ന് ഏറ്റെടുത്ത് ചെയ്യാനും സീരിയസ് ആയിട്ട് ചെയ്യാനും തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള, അല്ലെങ്കിൽ ബെല്ലി സാറിന്റെ ടീമിൽ ആദ്യത്തെ കാർ അച്ചീവർ ആയിട്ട് എനിക്ക് മാറാൻ സാധിച്ചു. 2017 ജൂൺ മാസം 18-ാം തീയതിയാണ് ഞാൻ ഈ കാറ് വാങ്ങിക്കുന്നത്. എൻ്റെ അപ്ലൈ ധനീഷ് സാർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഞാനുണ്ട്, ബെല്ലി സാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് 2017-ലാണ് ഈ കാറ് വാങ്ങിക്കുന്നത്. ദെൻ അതേ സമയത്ത് 2018 ഞാൻ എൻ്റെ ജോലി ICICI ബാങ്കിൽ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഫുൾ ടൈം കരിയർ ആയിട്ട് മാറി. പല ആളുകളും പറഞ്ഞേക്കാം സാറേ അങ്ങനത്തെ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിക്കോളൊന്നുമില്ല, വെറുതെ തള്ളി വിടുന്നതാണെന്ന്. സാറേ നിങ്ങൾ എൻ്റെ 2018 മെയ് മാസം 31-ാം തീയതിയിലെ എൻ്റെ അവസാനത്തെ സാലറി സ്ലിപ്പാണത്. ICICI പ്രൊഡക്ഷൻ എന്ന കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 40,000 രൂപ ശമ്പളം ഉണ്ട്. ആ സമയത്ത് അതിനകത്ത് ടാക്സും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് എൻ്റെ കയ്യിലേക്ക് വരുന്ന എമൗണ്ട് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ ഒന്നും കളവ് പറയുന്നില്ല.
പ്ലസ് അലവൻസ് വേറെയും കിട്ടും. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ജോലി ഒഴിവാക്കി ഫുൾ ടൈം കരിയർ ആയിട്ടാണ് ഞാൻ മേഖലയിൽ വരുന്നത്. അല്ലാതെ ഒരു പണിയും തരവില്ലാതെ വെറുതെ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ വെറുതെ തിരിഞ്ഞ് നടക്കുന്ന സമയത്തല്ല ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. കൃത്യമായ ശമ്പളക്കാരനായിട്ടുള്ള സ്ഥലത്ത് നിന്നും അത് ഒഴിവാക്കിയിട്ട് ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ മേഖലയിലെ തെരഞ്ഞെടുത്തു 2018 മെയ് മാസം 31-ാം തീയതി. അതായത് ഈ മാസം ഇന്നിപ്പോ ഇന്നത്തെ ഡേറ്റ് 21 അല്ലെ, ഈ മാസം 31-ാം തീയതി ആകുമ്പോൾ 7 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തിട്ട്. 2019 ദുബായ് ടൂർ പോകാൻ സാധിച്ചു. അത് എന്റെ ടീമിന്റെ കൂടെ പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായിരുന്നത്. അതേ സമയത്ത് 2020 സ്കോഡ റാപ്പിഡ് എന്ന് പറയുന്ന പുതിയൊരു കാറ് വാങ്ങിക്കാൻ സാധിച്ചു. ടാറ്റ ടിയാഗോ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു കാറ് കൂടി വാങ്ങിക്കാൻ വേണ്ടി സാധിച്ചു. ഇതെല്ലാം അതേപോലെ തന്നെ 2,10,000 എന്നുള്ള ലെവലിലേക്ക് മാറാൻ സാധിച്ചു. ഇത്തരത്തിലുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. 2,10,000 ഞാൻ ധനീഷ് സാറിന്റെ അടുത്ത് പറഞ്ഞിരുന്ന, ധനീഷ് സാർ എനിക്ക് 2,10,000 ഒന്നും വേണമെന്നില്ല, എനിക്ക് ഒരു ആഴ്ചയിൽ 2,000 രൂപ കിട്ടിയാൽ മതി, ഞാൻ ഹാപ്പിയാണ്. 2,000 രൂപ ആഴ്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ മാസം 8,000 രൂപ കിട്ടുമല്ലോ, ആ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ ഗോകുലത്തിന്റെ ചിട്ടി അടയ്ക്കാൻ വേണ്ടി പറ്റുമല്ലോ എന്നത് മാത്രമായിരുന്നു എന്റെ ചിന്ത ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ബിസിനസിന്റെ സിസ്റ്റം ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ സ്ലൈഡിലും പ്രത്യേകമായിട്ട് പറഞ്ഞു, ഫോളോ ദ സിസ്റ്റം. നിങ്ങൾ ഫോളോ മോഡൽ. നിങ്ങൾ ഒരു സിസ്റ്റം മാത്രം ഫോളോ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ കൂടി നിങ്ങൾക്ക് എന്ത് വരും, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വേണ്ട എന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങളെ തേടി വരും. ഒരു സംശയമില്ല കാര്യത്തിലും. ഓക്കെ, അതിൽ കൂടി തന്നെ ഇന്ന് ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ടാറ്റ ടിയാഗോ ആയിക്കോട്ടെ, സ്കോഡ റാപ്പിഡ് 2 കാർ ഒരേ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലെവലിലേക്ക് എന്നെ മാറാൻ അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ സാധിച്ചിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണിത്. നിങ്ങൾ ചിന്തിക്കേണ്ടതേ ഉള്ളൂ. ഞാൻ തൊട്ട് മുന്നേ അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസിന്റെ തുടക്കത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് CDD Luxeന്റെ പോസ്റ്റ് കാർഡാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അത് അടയ്ക്കാൻ പറ്റാത്ത, അതിന്റെ അടവടയ്ക്കാൻ പറ്റാത്ത വ്യക്തിയാണ്. പിന്നീട് 2 കാറ് വാങ്ങിച്ചു. അതിനുശേഷം പിന്നീട് മെഴ്സിഡീസ് ബെൻസിന് പോയിട്ട് ബുക്ക് ചെയ്യുന്നതും മെഴ്സിഡീസ് ബെൻസ് വോൾവിലേക്ക് മെഴ്സിഡീസ് ബെൻസ് ഇറക്കുന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഗ്രോത്ത്, അല്ലെങ്കിൽ എന്റെ സ്പീഡ്, അല്ലെങ്കിൽ എന്റെ ഈ ബിസിനസിന്റെ ശക്തി അല്ലെങ്കിൽ സ്പീഡ് വരുന്നത് എവിടുന്നാന്ന് വെച്ചാൽ, ഞാൻ ഈ ബിസിനസ് ഫുൾ ടൈം കരിയർ ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ച അന്ന് മുതൽ എന്റെ ബിസിനസ് സ്റ്റൈല് മാറിയത്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ. ഒരു സുപ്രഭാതത്തിൽ റാങ്ക് മാറുകയല്ല. നമ്മൾ എപ്പോഴാണോ ഫുൾ ടൈം ആയിട്ട് മാറിയത് അന്ന് മുതൽ എന്റെ ഗ്രോത്ത് റേറ്റ് മാറിയിട്ടുണ്ട്. ഞാൻ 2016 ഏപ്രിലാണ് ഞാൻ ഈ ബിസിനസ് ഫുൾ ടൈം പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ 2018 ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്യുന്നത്. 2018 മെയ് മാസം 31-ാം തീയതി ജോലി റിസൈൻ ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടതേ ഉള്ളൂ, 2 വർഷം കൊണ്ട് എനിക്കുണ്ടായ ഗ്രോത്ത് എന്ന് പറയുന്നത് STC എന്ന് പറഞ്ഞ റാങ്കാണ്. 2 വർഷം കൊണ്ട് 3 ലക്ഷം രൂപ മാത്രമേ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. എന്നാൽ അതിനുശേഷം ജോലി റിസൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കിക്കോ, ഓരോ വർഷവും നിങ്ങൾ നോക്കിയോ, 10 മാസം, ഏപ്രിൽ മാസം മുതൽ 2018 ഏപ്രിൽ മുതൽ 2019 ഫെബ്രുവരി മാസം 12-ാം തീയതി, അതായത് വെറും 10 മാസം കൊണ്ട് RTC റാങ്കിലേക്ക്, അത് ഫുൾ ടൈം കരിയർ ആയതുകൊണ്ടുള്ള മാറ്റമാണത്. അതന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ടീമിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാനും, ടീമിന് കൃത്യമായിട്ട് മോട്ടിവേഷൻ കൊടുക്കാനും, ടീമിനെ ഗൈഡ് ചെയ്യാനും, FSS ആയിക്കോട്ടെ, പ്രൊഡക്ട് ട്രെയിനിങ് ആയിക്കോട്ടെ, ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ 50 ആളായാലും ശരി, 100 ആളായാലും ശരി, ടീമിനെ പഠിപ്പിച്ച് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ഗ്രോത്ത് ഉണ്ടായത്. ദെൻ അവിടുന്ന് പിന്നീട് 12 മാസം കൊണ്ട് NTC റാങ്കിലേക്കും, അവിടുന്ന് പിന്നീട് 12 മാസം കൊണ്ട് 3 കോടി മാച്ച് ചെയ്യാനും, അവിടുന്ന് പിന്നീട് എന്താ പറയാ CTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് 5 കോടി ബിസിനസ് പോലെ മാച്ച് ചെയ്യാൻ വേണ്ടി 22 മാസം മാത്രമേ എടുത്തിട്ടുള്ളൂ NTC നിന്ന് CTC റാങ്കിലേക്ക്. ദെൻ അതിനുശേഷം എന്താ പറയാ നോക്കിയ ബെൻസ് കാറിലേക്ക് മാറാനും 2023 ജനുവരി മാസം 27-ാം തീയതി 7.5 കോടി മാച്ച് ചെയ്യുന്ന സമയത്താണ് ഞാൻ മെഴ്സിഡീസ് ബെൻസ് വാങ്ങിക്കുന്നത്. 7.5 CR മാച്ച് ചെയ്ത സമയത്താണ് ബെൻസ് വാങ്ങിക്കുന്നതെങ്കിൽ, അതേ സമയത്ത് 2024 ജൂലൈ മാസം 12-ാം തീയതി 10 കോടി മാച്ച് ചെയ്തിട്ട് കമ്പനിയുടെ ITC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തിച്ചേരാനൊക്കെ സാധിച്ചു. അപ്പൊ ഇത് എന്റെ മാത്രം കഴിവല്ല, ഇത് എന്റെ കഴിവുകൊണ്ട് സംഭവിച്ചത്. ഇത് സിസ്റ്റത്തിന്റെ കഴിവാണ്. ആരാണോ ഈ സിസ്റ്റം ത്രൂ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ സ്റ്റഡി ചെയ്യണം, കൃത്യമായ സ്റ്റഡി വേണം. ആ കൃത്യമായ സ്റ്റഡിയിൽ കൂടിയാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നോ ഡൗട്ട് നിങ്ങൾക്ക് വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടായി വരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഓക്കെ, ആ സ്റ്റഡി മീൻസ് എന്താ, ടീമിനെ പഠിപ്പിക്കണം. അത് നിർബന്ധം. നിങ്ങൾ പഠിക്കുക, ടീമിനെ പഠിപ്പിക്കുക, പഠിപ്പിക്കുന്നവരെ ക്രിയേറ്റ് ചെയ്യുക. ഇത് മാത്രമേ ഇവിടെ ചെയ്യേണ്ടതുള്ളൂ. വേറെ സൂത്രപ്പണികൾ ഒന്നുമില്ല. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ടീമിനെ പഠിപ്പിക്കുക, പഠിപ്പിക്കുന്നവരെ ക്രിയേറ്റ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. പഠിപ്പിക്കുന്നവരെ പഠിപ്പിക്കാൻ അവരെ ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരും. ഒരു സംശയം വേണ്ട, നാളുകളിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന്
ഇന്ന് നമ്മുടെ റെയിൻബോ മാരത്തോൺ ട്രെയിനിങ് സീരീസിന്റെ 3ാമത്തെ ദിവസമായിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഫ്യൂച്ചർ ഓഫ് ഡയറക്ട് സെല്ലിങ്ങിന്റെയും അതേപോലെ തന്നെ ഫ്യൂച്ചർ ഓഫ് MI ലൈഫ് സ്റ്റൈലിന്റെയും കാര്യമാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ, കത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു ആ ഒരു വ്യക്തിയിൽ കൂടി 1 man is equal to 1 industry എന്നാണ് പറയപ്പെടുന്നത്, അല്ലെ? 1 man is equal to 1 industry. ഒരു വ്യക്തിയിൽ നിന്നും വലിയ വ്യവസായം, വലിയ ബിസിനസ്സുമായിട്ട് അത് മാറും. അനീഷ് എന്ന് പറയുന്ന വ്യക്തിയിൽ കൂടിയാണ് മുബീൻ സാറിന്റെ വലിയൊരു ടീം വളർന്നു വലുതായതെങ്കിൽ അനീഷ് സാറിന്റെ ഒരൊറ്റ ലെഗ് എന്ന് പറയുന്നത് ബെൽനി സാറിൽ നിന്ന് മാത്രമാണ് വലിയൊരു ലെഗ് വളർന്നു വന്നിട്ടില്ല. അത് 1 man, ഒരു വ്യക്തിയുടെ അടുത്ത തീരുമാനമാണ്. ഓക്കെ, എന്നതുപോലെ തന്നെ ധനീഷ് മാധവൻ എന്ന് പറയുന്ന വ്യക്തി ഒരു തീരുമാനം എടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഞാൻ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ അതേപോലെ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ വലിയ വിജയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷൻ, എന്താ പറയാ, എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ITC ലീഡർ ആയിട്ടുള്ള ബിജു BK സാറാണ്. അദ്ദേഹം നാളുകളിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നും ഇത്രമാത്രം ഗ്രോത്ത് ഉള്ള ഈ ഒരു ബിസിനസ് രീതിയിൽ എങ്ങനെ ഫീൽഡ് വർക്ക് ചെയ്യണമെന്നും എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ട രീതികളെന്നും കൃത്യമായിട്ട് നാളത്തെ ട്രെയിനിങ്ങിൽ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ടാവും. അത് മറക്കാതെ നാളെ രാത്രി 7:30 മണിക്ക് ഈ ഒരു ട്രെയിനിങ്ങിൽ നിങ്ങൾ ഉണ്ടാവണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എന്റെ ഈ ഒരു സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. സാർ.